നിത്യാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തന്നമ. എല്ലാ പുണ്യാത്മാക്കൾക്കും നമസ്കാരം. ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള ആനന്ദം എത്രയെന്ന് പറയാൻ വയ്യ. അസാധ്യം എന്ന വാക്കിന് കുട്ടികളോട് അർത്ഥം ചോദിച്ചാൽ സാധ്യമല്ലാത്തത് എന്ന് പറയും. ഞാൻ പറയും അതല്ല അതിൻ്റെ അർത്ഥം. മറ്റ് പലർക്കും സാധിച്ചിട്ടില്ല, ഇനി നാളെ സാധിക്കില്ല എന്നില്ല. ഇപ്പം ചന്ദ്രനിൽ ഇറങ്ങുക എന്നുള്ളത് അസാധ്യമായിരുന്നു, ഇന്ന് അത് സാധ്യമായി. ആകാശത്തു കൂടെ പറക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു, ഇപ്പം സാധ്യമായി. വെള്ളത്തിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് അസാധ്യമായിരുന്നു, ഇപ്പം അതും സാധ്യമായി. അപ്പം അസാധ്യം എന്നുള്ളതിന് സാധിക്കാത്തത് എന്നല്ല, ഇതുവരെ മറ്റാർക്കും സാധിച്ചിട്ടില്ലായിരിക്കാം, ഇനി നാളെ സാധിക്കില്ല എന്ന് പറയാൻ വയ്യ. അതുപോലെ അസാധ്യമായ ഒരു സത്രശാലയാണ് ഇത്. മറ്റ് ലോകത്തൊരുതിക്കലും കാണാൻ സാധിക്കുമെന്ന് തോന്നണില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ മകനെ ഫോണിൽ വിളിച്ച് പറയാം, കഷ്ടം നീ ഇവിടെ വന്നില്ലല്ലോ, ഇതൊന്ന് കാണണ്ടേ, വെറുതെ ആ സത്രശാലയൊന്ന് കണ്ടാൽ മതി. ഞാൻ പല ദിക്കിലും ഗീതായജ്ഞങ്ങളും പ്രവചനങ്ങളും നടത്തുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ പള്ളിക്കാട് ഒരു തവണയെങ്കിലും പോയിട്ട് ആ സത്രശാലയൊന്ന് കാണുമെന്ന് പങ്കെടുക്കും. ആ മഹത്തായ വേദിയിൽ അല്പസമയം ഈശ്വരസ്മരണയോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ മഹാഭാഗ്യമാണ്. ഏതായാലും കുചേലോപാഖ്യാനമാണ് നമുക്ക് പറയാനുള്ളത്. ആർക്കും അറിയാത്ത കഥയല്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാമാണ് മുത്തുകളുള്ളത് എന്നുള്ളത് അനന്തമാണ്, എത്രയുണ്ട്. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാജിതേന്ദ്രിയ. ഈ ഒരു ശ്ലോകം വ്യാഖ്യാനിച്ചാൽ മതി ശരിക്കും. കൃഷ്ണസ്യാസീത് സഖ, കൃഷ്ണന്റെ ഒരു സഖാവ് ആത്മമിത്രമുണ്ടായിരുന്നു എന്നാണ്. കൃഷ്ണന്റെ മിത്രമാണ്, അല്ലാണ്ട് സുദാമാവിന്റെ മിത്രം കൃഷ്ണനാണെന്നല്ല. ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ടായിരുന്നു എന്ന് വന്നാൽ അതിൽ പരം ഒരു ഭാഗ്യം എന്താ? നമ്മളൊക്കെ ഗുരുവായൂരപ്പനെ പ്രിയപ്പെടുകയാണ്. ഗുരുവായൂരപ്പൻ നമ്മളെ പ്രിയപ്പെട്ടു ഇഷ്ടപ്പെട്ടു പറഞ്ഞാലും കൃഷ്ണസ്യാസീത്, കൃഷ്ണന്റെ സഖാവ്. ബ്രാഹ്മണോ, ബ്രഹ്മജ്ഞാനിയായ ആള്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത് ജാതിയുടെ പേരല്ല, ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ആള്. വജ്രസൂചി എന്നൊരു ഉപനിഷത്തുണ്ട്, അതിൽ കോനാമ ബ്രാഹ്മണോ നാമ. ആരാണ് ബ്രാഹ്മണൻ എന്നാണ് ചോദ്യം. അത് ജീവന്റെ പേരാണോ, ദേഹത്തിന്റെ പേരാണോ, നിറത്തിന്റെ ആണോ? അല്ല. അവസാനം അല്ല അല്ല എന്ന് പറഞ്ഞ കരതലാമലകം പോലെ ആരാണോ ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചത് അയാളാണ് ആ ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ മാത്രമല്ല, ബ്രഹ്മവിത്തമഹ, ബ്രഹ്മവിത്ത്, ബ്രഹ്മവിത്തരഹ, ബ്രഹ്മവിത്തമഹ. സൂപ്പർലേറ്റീവ്, അങ്ങേ അറ്റത്തെ. ഇനി ഇതിൻ്റെ അപ്പുറം ഒരു ബ്രഹ്മജ്ഞാനി ഇല്ല എന്നർത്ഥം. അങ്ങനെയുള്ളൊരു സഖാവ് കുചേലൻ. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലെല്ലാം പരമവിരക്തത. അത് സാധിച്ചാൽ പിന്നെ മനുഷ്യന് വേറെ ഒന്നും സാധിക്കാനില്ല. ഗീതയായാലും ഭാഗവതമായാലും എല്ലാം പറയുന്നത് ഈ വിഷയങ്ങൾ അനൃത ജഡ ദുഃഖസ്വരൂപങ്ങളാണ്. അതിനുവേണ്ടി പരക്കം പായാണ് ഈ വിഷയങ്ങൾ സമ്പാദിക്കാൻ. എന്നിട്ട് നിരന്തരം ദുഃഖമായി, ജീവിതം മുഴുവന ദുഃഖം. ഉറക്കം വരുന്നില്ല. എന്താ ഉറക്കം വരാത്ത? ഒരുപാട് ചിന്തകൾ. എന്താ ഈ ചിന്തകൾക്ക് കാരണം ചോദിച്ചാൽ വിഷയവാസന അത്ര കണ്ട് പ്രബലമാണ്, അതാണ് കാരണം. മനസ്സിലൊരു വിഷയചിന്തയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചിന്തകളുണ്ടോ, ദുഃഖമുണ്ടോ? എവിടെ കിടന്നാലും സുഖമായിട്ട് ഉറങ്ങാം. എല്ലാം നേടിയിട്ടും ഉറക്കമില്ല, കാരണം ഒരുപാട് ചിന്തകൾ, വിഷയവാസന പ്രബലമായിട്ടിരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. അതാണ് വിരക്ത ഇന്ദ്രിയാർത്ഥേഷു. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ വിരക്തി വന്നാൽ അയാൾക്ക് ഒരു ചിന്തയില്ല. ചിന്ത നാസ്തി കില തേഷാം ചിന്ത നാസ്തി കില. അങ്ങനെയുള്ളവർക്ക് ചിന്തയില്ല എന്നാണ്. ശമദമകരുണ സമ്പൂർണാനാം സാധു സമാഗമ സങ്കീർണാനാം ചിന്ത നാസ്തി കില. ശമദമ കരുണാസമ്പ. ശമം ദമം, അതായത് ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം. ഇത് ദുഃഖിക്കുന്നവരോടൊക്കെ കാരുണ്യം.
ഇതൊക്കെ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പോരാ, സാധു സമാഗം, മഹാത്മാക്കളുമായിട്ടുള്ള നിരന്തര സംസർഗം, ഇത്രയും സാധിച്ചാൽ പിന്നെ അയാൾക്ക് എന്ത് ചിന്തയുള്ളത്, എന്ത് ദുഃഖമുള്ളത്? കാലത്രയജിത കന്ദർപ്പാണാം ഖണ്ഡിത സർവേന്ദ്രിയദർപ്പണാം ചിന്താ നാസ്തി കില. കാലത്രയത, ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും കാമദേവനെ, കാമത്തെ ജയിക്കാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഇന്ദ്രിയങ്ങളുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ സാധിച്ചാൽ അയാൾക്ക് പിന്നെ ചിന്തയുണ്ടോ, ദുഃഖമുണ്ടോ? അത് സാധിക്കാത്തത് കൊണ്ടല്ലേ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്തെല്ലാം നേടിയാലും ദുഃഖം തന്നെ, ദുഃഖം തന്നെ എല്ലാവർക്കും. ഇതെങ്ങനെ സാധിക്കും ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെ നിയന്ത്രിക്കുക? പരമഹംസ ഗുരു പദചിത്താനാം ബ്രഹ്മാനന്ദാമൃതമത്താനാം ചിന്താ നാസ്തി കില. പരമഹംസ ഗുരുപദചിത്താണ്. പരമഹംസന്മാരായ ഗുരുജനങ്ങളുടെ പാദത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ചിന്തയില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസരെ ആശ്രയിച്ചതുകൊണ്ട് നരേന്ദ്രൻ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ട് മാറി, വിവേകാനന്ദ സ്വാമികളായിട്ട് മാറി. അതുപോലൊരു ഗുരുനാഥനാണ് നമ്മുടെ സംപൂജ്യ സ്വാമിജി. ആ സ്വാമിജിയുടെ പാദത്തെ ആശ്രയിച്ചാൽ തന്നെ നമ്മുടെയൊക്കെ സുഹൃതം, ഇങ്ങനെയൊരു യജ്ഞശാല, ഇവിടെ പ്രവചനങ്ങൾ, ഇത് കേൾക്കാൻ സാധിക്കുക, എന്തൊരു സുഹൃതമാണ് നമ്മൾ ചെയ്തത്. പലപ്പോഴും എനിക്കത് ആലോചിച്ചിട്ട് സന്തോഷം കൊണ്ട് കണ്ണ് നിറയാറുണ്ട്. എവിടെയുണ്ട് ഇങ്ങനൊരു വേദി ഭാരതത്തിൽ? എവിടെ, ലോകത്തിൽ എവിടെയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ സുഹൃതികളാണ്. അത് വേണ്ട പ്രകാരത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ ധന്യമായിട്ട് തീരും. അപ്പോൾ ഈ സുദാമാവിൻ്റെ കഥ പറയാണ്. പരമവിരക്തനായിട്ടുള്ള ഒരാൾ, പക്ഷെ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്ഷുക്ഷാമ, ദാരിദ്ര്യം കൊണ്ട്, വിശപ്പ് കൊണ്ട് വയറൊക്കെ ഒട്ടി വളരെ ദയനീയ അവസ്ഥയിലാണ്. കാരണം ഇദ്ദേഹത്തിന് ഗൃഹസ്ഥനാണെങ്കിലും അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല, ബ്രഹ്മാനന്ദത്തിൽ ആറാടിയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തവണ കുശേലപത്നി പറഞ്ഞു എന്നാണ്, അങ്ങ് പറയാറുണ്ടല്ലോ, അങ്ങയുടെ ആത്മസുഹൃത്താണ് ശ്രീകൃഷ്ണ പരമാത്മാവ് എന്നുള്ളത്. ഒന്ന് പോയി കാണരുതേ, ഇവിടെ വളരെ അടുത്താണല്ലോ, ദ്വാരകയിലാണല്ലോ, ഒന്ന് പോയി കണ്ടാൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ടതുണ്ടോ? ദാസ്യതി ദ്രവിണം ഭൂരി സീതതേതേ കുടുംബിനെ. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന അങ്ങയുടെ കുടുംബത്തിന് ഇഷ്ടം പോലെ സമ്പത്ത് ഭഗവാനൊന്ന് സങ്കല്പിച്ചാൽ പോരെ, തരും ഭഗവാൻ. ഇന്ന് വളരെ അടുത്താണ്, ഇപ്പോൾ അവിടെ ഈ ദ്വാരകയിലാണ്, ഒന്ന് പോയി കാണരുതേ. സ്മരത പാദകമലം ആത്മാനമഭിയച്ഛതി. ആ ഭഗവാന്റെ പാദത്തെ സ്മരിച്ചാൽ മതി, ഭഗവാനെ തന്നെ ഭഗവാൻ കൊടുക്കും. അപ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച. ഭഗവാനെ ഭജിച്ചാൽ എല്ലാം തരും, മോക്ഷത്തെ പോലും തരും, ഭഗവാനെ തന്നെ കൊടുക്കും. അതാണ് ഭഗവാന്റെ മഹത്വം. അതിപ്പോൾ ഏത് ഇഷ്ടദേവനായാലും എല്ലാവരെക്കുറിച്ചും ഇങ്ങനെ തന്നെ പറയാം. മുരുകനായാലും ശാസ്താവായാലും ആ ഇഷ്ടദേവനെ നമ്മൾ ആശ്രയിച്ചാൽ നമ്മൾക്കെല്ലാം കിട്ടും. മുരുക മുരുക என்றால் ഉരുകാതോ ഉന്തൻ ഉള്ളോ വരുവായ് വരുവായ് என்றால் വരവോട് വാരായോ മുരുക உரை செய்தாலோ உன் பாதம் நினைத்தாலோ அருளே தந்திடும் ஸ்கந்த അല്ലോ പകലോ. മുരുക ഉരൈ ചെയ്താലും, ആ മുരുക എന്നൊന്ന് വിളിച്ചാൽ, ഉൻ പാദം, ആ ഭഗവാൻ, ആ മുരുകന്റെ പാദത്തെ സ്മരിച്ചാൽ നമ്മളെ അനുഗ്രഹിക്കും, നമുക്ക് എന്തും തരും. അതുപോലെ തന്നെ ഭഗവാന്റെ ഏത് ദേവനായാലും. അപ്പോൾ എന്തും തന്നെ തന്നെ കൊടുക്കും. പിന്നെ ഈ തുച്ഛമായ സാമ്പത്തിക നേട്ടം അതൊക്കെ പിന്നെ പറയാനുണ്ടോ? അതുകൊണ്ട് ഒന്ന് പോയി കാണരുതേ. ഭാര്യ പലതവണ നിർബന്ധിച്ചു എന്നാണ്. ഇങ്ങനെ പലതവണ എങ്ങനെ? സയേവം ഭാര്യയാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃദു എന്നാണ്. വളരെ ശ്രദ്ധിക്കണം ഓരോ പദങ്ങൾ. പലതവണ പറഞ്ഞു സുദാമാവിനോട്, ഭർത്താവിനോട് മൃദു, വളരെ വിനയത്തോടും മയത്തോടും കൂടിയ.
അല്ലാതെ എത്ര പറഞ്ഞാലും ഒരു ചെവിയും കേൾക്കലും ഇങ്ങനെ ഒരുത്തന്നെ എത്ര കാലമായി ഞാൻ പറയണു ഇങ്ങനെ ഒന്ന് പോയി കാണരുത് മനുഷ്യ എന്നൊന്നും പറഞ്ഞില്ല. പാവം മൃദു, വളരെ വിനയത്തോടു കൂടി. അങ്ങനെയാണ് ഭർത്താക്കന്മാരോട് സംസാരിക്കുക. ഇന്നും ഇപ്പം അങ്ങനെ തന്നെയാണല്ലോ എല്ലാദിക്കലും നമ്മൾ കണ്ടുവരുന്നത്. സ്ത്രീകളൊക്കെ എന്തൊരു വിനയമായിട്ടാ. അതാണ് ബഹുശപ്രാർത്ഥിതോ മൃദു. അങ്ങനെ പലതവണ പറഞ്ഞപ്പോൾ ഈ സുധാമാവിന് തോന്നി, ശരിയാണ് അവൾ പറയുന്നത്, എനിക്ക് എന്തേ ഇത് തോന്നിയില്ല. ഏതായാലും സ്വതവേ കുടുംബവും ഭാര്യയും കുട്ടികളൊക്കെ ഈശ്വരഭജനത്തിന് തടസ്സമായിട്ടാണ് വരാറ്. ഇതല്ല, ഭഗവാന്റെ അടുക്കലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയാണല്ലോ. അത് അനുഗ്രഹമായി. അതുകൊണ്ട് ഏതായാലും ഒന്ന് പോവാം. അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം ഇതി സഞ്ചിന്യ മനസാ. ഭഗവാനെ കാണുക എന്നുള്ളത് പരമമായ ലാഭം, അല്ലാതെ പണോ സമ്പത്തോ കിട്ടാനൊന്നും അല്ല ഞാൻ പോണത്. അവൾ പറഞ്ഞത് ശരിയാ, ഭഗവാനെ ഒന്ന് കാണരുതേ. ദർശനാദേവ സാധവ. ഒരു തവണ ഒന്ന് കണ്ടാൽ മതി മഹാത്മാക്കളെ. ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള നമ്മുടെ വിഷയവാസനകളെ പരിപൂർണം നശിപ്പിക്കാനും നമ്മെ ഉദ്ധരിക്കാനും മഹാത്മാക്കളുടെ ദൃഷ്ടി നമ്മിലൊന്ന് പതിഞ്ഞാൽ രക്ഷപ്പെട്ടു. നമ്മൾ അവരെ കാണല്ല, അവർ നമ്മളെ ഒന്ന് കണ്ടു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അത്ര അധികം മഹത്വമാണ് സജ്ജനങ്ങൾക്ക്. ഒന്ന് പോവാം, ഇതാണ് മനസ്സിൽ വിചാരിച്ച, അല്ലാതെ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ല. അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം. ഭഗവാനെ കാണുന്നത് തന്നെ ജീവിതത്തിലെ പരമമായിട്ടുള്ള ലാഭം. ഭാഗവതത്തിലെ ഏറ്റവും വലിയ ലാഭം എന്താണെന്ന് ചോദിച്ചപ്പോൾ ലാഭോ മദ്ഭക്തിരുത്തമ. ഭഗവാനിലുള്ള ഉത്തമമായ ഭക്തിയാണ് ജീവിതത്തിലെ പരമമായ നേട്ടം, ലാഭം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പം ആലോചിച്ചു, എങ്ങനെയാ വെറും കൈയായിട്ട് പോവുക? ഭാര്യയോട് ചോദിച്ചു, അഭ്യസ്തുപായനം കിഞ്ചിത് ഗൃഹേ കല്യാണി ദീയത. എന്തെങ്കിലും ഉണ്ടോ കൊണ്ടുപോയി കൊടുക്കാൻ? വെറും കൈയായിട്ട് എങ്ങനെ ഞാൻ പോവുക? അതാണ് പ്രേമം. സ്നേഹം എവിടെയുണ്ടോ, ആരോട് പ്രേമമുണ്ടോ അവർക്ക് കൊടുക്കണം. എന്തൊക്കെ കൊടുക്കാൻ സാധിക്കും, ഇതാണ് ചിന്ത. ലവ് എന്ന് പറഞ്ഞാൽ പ്രേമം എന്നുള്ളതിൻ്റെ തർജ്ജമയൊന്നും ആവണില്ല എങ്കിലും ആ ലവ് എന്ന് പറഞ്ഞാൽ ഗിവ് ആൻഡ് ഫോർഗിവ്. കൊടുക്കുക, എന്ത് തെറ്റുകൾ ചെയ്താലും പൊറുക്കുക, ക്ഷമിക്കുക. അതാണ് സ്നേഹത്തിൻ്റെ അവസ്ഥ. ഇന്ന് ലവ് അല്ല, ഇന്ന് ലൈക്ക്, ഇഷ്ടം. എനിക്ക് ലവ് ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ്, എനിക്ക് ഇഷ്ടമാണെന്ന് പറയാം. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ലൈക്ക്, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗെറ്റ് ആൻഡ് ഫോർഗെറ്റ്. ഇങ്ങോട്ട് കിട്ടണം, എന്ത് കിട്ടിയാലും ഒക്കെ മറക്കുന്ന നന്ദിയില്ലേ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പ്രേമം എന്ന് പറഞ്ഞാൽ ആരോടാണോ പ്രേമം അവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും, ഇത് തന്നെ എപ്പോഴും ചിന്തിക്കുന്നത്. അമൃതാനന്ദമയി അമ്മയ്ക്ക് ലോകത്തിനോട് മുഴുവൻ പ്രേമമാണ്. അതുകൊണ്ട് ആരെവിടെ കഷ്ടപ്പെടുന്നു എന്ന് കേട്ടാലും അമ്മയുടെ മനസ്സുരുകി. ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായപ്പോൾ അവിടേക്ക് സഹായം കൊടുത്തയച്ചു. കത്രീന കൊടുങ്കാറ്റ് കൊണ്ട് അമേരിക്കയിലുള്ള ജനങ്ങൾ കഷ്ടപ്പെട്ടപ്പോൾ എത്രയോ ഡോളർ സഹായധനം പ്രഖ്യാപിച്ചു. അപ്പോൾ ലോകത്തിൽ എവിടെ, ഏത് മൂലയിൽ ആര് വിഷമിക്കുമ്പോഴും ഇവിടെ മനസ്സലിയുന്നു. അവർക്ക് എന്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചിന്ത. അതാണ് പ്രേമത്തിൻ്റെ അവസ്ഥ. അപ്പോൾ വെറും കൈയായിട്ട് പോകാൻ വയ്യ. ഭഗവാനൊന്നും ആവശ്യമില്ല, പക്ഷേ തനിക്ക് ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ. എപ്പോഴും ഓർക്കാം, നമ്മൾ എവിടെ പോകുമ്പോഴും നാം ഓർക്കേണ്ടത് എന്ത് കൊടുക്കാൻ സാധിക്കും അവിടെ എന്നാണ്. അല്ലാണ്ട് എന്ത് എനിക്ക് കിട്ടുന്നുള്ളതല്ല. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്തവിടെ സമർപ്പിക്കാൻ സാധിക്കും, സത്രശാലയിൽ വരുമ്പോൾ ഇവിടെ എന്ത് സമർപ്പിക്കാൻ സാധിക്കും. നല്ല സദ്യയുടെ 7 നല്ല ഊണാണ്, കാപ്പി പലഹാരവും കിട്ടും എന്ന് വിചാരിച്ചാണോ? അല്ല, എനിക്ക് എന്തു കൊടുക്കാൻ സാധിക്കും. അമ്പലത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും രക്തപാണിർന്ന ഗച്ഛേത, ഒഴിഞ്ഞ കൈയായിട്ട് പോകരുത് എന്നാണ്. ആരെ കാണാൻ പോകുമ്പോഴും ഒഴിഞ്ഞ കൈയായിട്ട് പോകാൻ പാടില്ല. ദൈവതം ഗുരും, ഭഗവാനെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഗുരുനാഥനെ കാണാൻ പോകുമ്പോൾ, രോഗികളെ കാണാൻ പോകുമ്പോൾ, കുട്ടികളെ കാണാൻ പോകുമ്പോഴൊക്കെ വെറും കൈയായിട്ട് പോകരുത് എന്നാണ്. അതുകൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ എന്തവിടെ സമർപ്പിക്കാൻ സാധിക്കും എന്നല്ലാതെ, ഇന്ന് കളമ്പാട്ടുള്ള ദിവസം, ഇന്ന് അപ്പം കിട്ടും, നമുക്ക് പോവാടാ, അപ്പം കിട്ടുന്ന ദിവസം അമ്പലത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ പോയില്ല. ഇങ്ങോട്ട് കിട്ടേണ്ട കാര്യത്തിനാണ് നമ്മളെ പോക്ക്. അങ്ങനെ ആവരുത്. പ്രേമം കൊടുക്കലാണ്, എവിടെ എന്തെല്ലാം കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വെറും കൈയായിട്ട് പോവാൻ പാടില്ല. രക്തപാണിരുന്ന ഗച്ഛേത, ഒഴിഞ്ഞ കൈയായിട്ട് എന്താ കൊടുക്കാനുള്ളത്? നല്ല കഥയായി. എന്താ കൊടുക്കാൻ ഉണ്ടോവാനുള്ളത്, വല്ലതും ഉണ്ടോ എന്ന് ഭാര്യയോടെ, കൊണ്ടെന്ന് വെച്ചിരിക്കണമല്ലോ ഇവിടെ, കണക്കല്ലാണ്ടേ എടുത്തു തരാൻ എന്നൊന്നും പറഞ്ഞില്ല. പാവം അങ്ങ് പുറപ്പെട്ടോളൂ, എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്നാണ്. എന്നിട്ട് അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് യാചിത്വാ ചതുരോ മുഷ്ടിൻ വിപ്രാൻ പൃഥുക തണ്ടുലാൻ.
എൻ്റെ ഭർത്താവ് ഭഗവാനെ കാണാൻ പോവുകയാണ്, എന്തെങ്കിലും സമർപ്പിക്കണം, എന്തെങ്കിലും ഉണ്ടോ തരൂ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ യാചിക്കാറില്ല, ഭഗവാന് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി യാചിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പിടി അവില് 4 വീട്ടിൽ നിന്ന് കൊടുത്തു എന്നാണ് ഭഗവാന്റെ സങ്കല്പമാണ്. ഒരാൾ ഒരു പിടി അവില് കൊടുത്തു, ഒരാൾ അരി കൊടുത്തു, ഒരാൾ 10 പൈസ കൊടുത്തു, എന്തിനാ പറ്റാതെ? അപ്പോൾ ഭഗവാൻ സങ്കല്പിക്കുകയാണ്. അപ്പോൾ 4 ദിക്കിന്നും ഓരോ പിടി അവില് കിട്ടി. അത് ശൈലകണ്ഠേന താൻ ബദ്ധ്വ ഭർത്രയപ്രാതാദുപായനം, അതൊരു തുണിയിൽ കെട്ടിയിട്ട് കൊടുത്തു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. എന്തെങ്കിലും കാഴ്ച വയ്ക്കണ്ടേ ഭഗവാന്, ഇത് കിട്ടിയാലോ. അത് കണ്ണ് നിറഞ്ഞ് ആ ഭഗവാനെ ഇന്ന് കാണാൻ സാധിക്കുക മഹാഭാഗ്യല്ലേ. അദ്ദേഹം പോകുമ്പോൾ ചിന്തിച്ചു, ഭഗവാനെ എനിക്ക് കാണാൻ സാധിക്കുമോ, ഭഗവാന്റെ അവസ്ഥ എന്താ, എവിടെ ഭഗവാൻ ഉണ്ടാവും, എന്തിനു പറയണോ. അവിടെ ചെന്നു, അനേകം മണിമാളികകൾ. ഇതിൽ ഏതിലാ ഭഗവാൻ? 16,008 ഭാര്യമാരാണ്. ഏത് മാളികയിലാ ഭഗവാൻ അറിയില്ലല്ലോ. ഏതായാലും കണ്ടതായ അവിടെ ചെന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഒരു മാളികയുടെ അടുത്തേക്ക് കുചേലബ്രാഹ്മണൻ ചെല്ലാണ്. വിയർത്ത് കുളിച്ച് യാത്ര ചെയ്ത് ക്ഷീണിച്ച് അല്ലെങ്കിലേ പരോശമായിട്ടുണ്ട്, അങ്ങനെയുള്ള ആളാണ്. അന്നത്തെ ദിവസം ഭഗവാൻ അറിയാലോ തൻ്റെ ഭക്തൻ വരുന്നു എന്ന്. ഇടയ്ക്കിടയ്ക്ക് 7ാം മാളികയുടെ മുകളിലിരിക്കുന്ന ഭഗവാൻ ജനലിൻ്റെ അടുത്ത് പോയിട്ട് നോക്കും, പിന്നെയും കിടന്നു വന്നു. രുക്മിണിയായിട്ട് എന്തോ ചൂത് കളിക്കുക. അപ്പം അതിൻ്റെ ഒരു നേരം പോക്കിന് അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നീട്ടു. എന്താ ഈ ഇടയ്ക്കിടയ്ക്കാണ് ഇട്ട് പോകണമെന്ന്, എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഭക്തൻ വരുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ ആ കുചേലബ്രാഹ്മണൻ അവിടെ എത്തിയപ്പോൾ ഭഗവാൻ 7ാം മാളിക തന്നിൽ ആത്മസുമശയ്യാന്തത്തിലൊന്നിച്ചിരുന്ന ആഴിപ്പൂമകളോട് ചാടുപണിതം ചൊല്ലിയിടുമക്കേശവൻ. താഴെ തൻ്റെ വയസ്യനായ ധരണീദേവേന്ദ്രനെ സന്നിധോ വാഴിപ്പാനെഴുന്നേറ്റു തസ്യ സവിധം പ്രാപ്യാലിലിംഗദ്വിജം. 7ാം മാളികയുടെ മുകളിൽ നിന്ന് ഭഗവാൻ പെടപെട്ടോന്ന് ഓട്ടി ഇറങ്ങി വന്ന തൻ്റെ ആ ഭക്തനെ കെട്ടിപ്പിടിക്കുകയാണ്. കണ്ണു നിറഞ്ഞു. പ്രീതോ വ്യമഞ്ചത് അഭ്യന്തൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണ. ഭഗവാന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അന്ന് മാത്രമാണ് ഉണ്ടായത്. കാരണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനെ കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ട്. അനുപ്രജാമ്യഹം നിത്യം പൂയയേ ത്യഘ്രിരേണുപി. ഭഗവാൻ ഭക്തന്മാരുടെ പിന്നാലെ നടക്കാണ്. അവരുടെ പാദധൂളി കൊണ്ട് തനിക്ക് പരിശുദ്ധമാകണം എന്നാണ്. ആ ഭക്തന്മാരെ കാണുമ്പോൾ ഭഗവാൻ ഉണ്ടാകുന്ന സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു 2 തുള്ളി കണ്ണുനീര് വീണു എന്നാണ് പറയുന്നത്. ഏതായാലും എതിരേറ്റു കൊണ്ടുപോയി ആ സ്വർണ്ണതൽപ്പത്തിലിരുത്തി. യാത്രയൊക്കെ സുഖമായില്ലേ എന്നൊക്കെ ചോദിച്ചു. വേഗത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. രുക്മിണി ദേവി വെള്ളം കൊണ്ട് ആ വീട്ടിലാ കയറി ചെന്നത്. ആ രുക്മിണി ദേവി കൊണ്ടുവന്നു. പാദമൊക്കെ നല്ലോണം ഉരച്ചൊക്കെ കഴുകി ആ പാദതീർത്ഥമെടുത്ത് തൻ്റെ മൂർധാവിലും എല്ലാവർക്കും തളിച്ചു. കാരണം ഭക്തന്റെ പാദതീർത്ഥം അത് കിട്ടിയാൽ തനിക്ക് എന്തുമാത്രം പരിശുദ്ധി ഉണ്ടാവും. അതാ ഭഗവാന്റെ ഭാവം. എന്നിട്ട് നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പുരട്ടി അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തു, താമ്പൂലം കൊടുത്തു, എല്ലാം കൊടുത്ത് ഭാര്യയോട് പറഞ്ഞു. രുക്മിണി ദേവിയാണ് ചാമരം വീശുന്നത്. എന്താ അവസ്ഥ! ഈ കീറിയ കൊടയും വടിയായിട്ട് ചെല്ലുമ്പോൾ ഭഗവാൻ കെട്ടിപ്പിടിച്ചപ്പോഴേക്കോ കൊടയും വടിയൊക്കെ എടുക്കാൻ 100 ആളുകളാണ്. ആളുകൾ അത്ഭുതപ്പെട്ടു. ഏതായി ഒരു അബോധോതൻ! ഭഗവാൻ സ്വന്തം കയ്യുകൊണ്ട് ലക്ഷ്മി ദേവിയെ ആലിംഗനം ചെയ്യുന്ന കയ്യുകൊണ്ട് ഈ ഭക്തനെ ആലിംഗനം ചെയ്തു. ഇതാ എതിരേറ്റ് ആ സ്വർണ്ണതൽപ്പത്തിൽ കൊണ്ടുപോയി ഇരുത്തി എന്ന് പറഞ്ഞാൽ എത്ര പുണ്യാത്മാവോ. അനേകം ആളുകൾ അവിടെ വന്നു ചേരുകയാണ് കാണാനായിട്ട്. ആരാണ് ഇത്? ഏതോ ഒരു അബോധൂതനാണ്. വേണ്ടതുപോലെ പരിചരണമൊക്കെ ചെയ്തു, കുശലപ്രശ്നമൊക്കെ ചെയ്തു. എന്തൊക്കെയാ കഥ! അങ്ങ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, അങ്ങ് വിവാഹം കഴിക്കില്ല എന്നാ വിചാരിച്ച അത്ര വിരക്തനാണ് അങ്ങ്. പക്ഷേ അങ്ങയെ കണ്ടാൽ വിവാഹം കഴിച്ചു എന്ന് മനസ്സിലാവുന്നുണ്ട്. വിവാഹം കഴിച്ചാൽ കണ്ടാലറിയാം, സ്ത്രീകളെ കണ്ടാലറിയാം ഇവിടെ ഒരു പൊട്ടുണ്ടാവും. പുരുഷന്മാരെ കണ്ടാലും അറിയാം, തലയൊക്കെ കഷണ്ടിയായിട്ടുണ്ടാവും, തല ചൂടായിട്ട് രോമൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് വിവാഹം കഴിച്ചു എന്ന് തോന്നണുണ്ട്. അല്ല, അങ്ങ് വിവാഹമൊന്നും കഴിക്കില്ല എന്നാ വിചാരിച്ചത്. അത്ര വിരക്തനാണ്. അല്ല, ഇപ്പോഴും കുറവൊന്നുമില്ല. അങ്ങ് കഴിച്ചാൽ എന്താ, കഴിച്ചില്ലെങ്കിൽ എന്താ. ഏതായാലും ഭാര്യ ഓടാ സദൃശീനവ. ഭാര്യ അങ്ങക്ക് അനുയോജ്യല്ലേ, കുട്ടികൾക്കൊക്കെ സുഖം തന്നെയല്ലേ, പലതും ചോദിച്ചു. അങ്ങനെ വേണം ഒരു ഗൃഹസ്ഥനെ കണ്ടാൽ കുടുംബകാര്യങ്ങൾ ചോദിക്കണം, ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യം എന്നാലേ അവർക്ക് സന്തോഷമാവുള്ളൂ. ഓരോരുത്തരെ കാണുമ്പോൾ ഓരോന്ന് ചോദിക്കണം തന്നെ. ബ്രാഹ്മണം കുശലം പൃച്ഛേത്, ക്ഷത്രം ബന്ധുമനാഥവം. ഓരോരുത്തരോട് ഓരോന്നാ. കച്ചവടക്കാരനോട് കുട്ടികൾക്ക് സുഖമല്ലേ ചോദിച്ചിട്ട് അയാൾക്ക് ഇപ്പം കച്ചവടമൊക്കെ എങ്ങനെയുണ്ടോ ചോദിച്ചാലേ അയാൾക്ക് സന്തോഷമാവുള്ളൂ.
ഗൃഹസ്ഥന്മാരോട് കുട്ടികളുടെ കാര്യം ചോദിച്ചാൽ സന്തോഷമാവും, ചോദിച്ചാൽ കുടുങ്ങി, അത് കഥ വേറെ. എങ്ങനെ എന്തൊക്കെ വിശാലം കുട്ടികളൊക്കെ അറിഞ്ഞില്ലേ, മൂത്തവൻ ഇപ്പോൾ ബഹ്റിനിലാണ്, മറ്റവൻ ഇപ്പോൾ ഇത് എടുത്തിരിക്കുകയാണ്, പാസ്പോർട്ട് എടുത്തിരിക്കുക, പിന്നെ 1 മണിക്കൂർ പ്രസംഗമായി, ചോദിച്ച ആൾ കുടുങ്ങി. ഇതങ്ങനെയല്ല, അങ്ങോട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടണില്ല. കാരണം ഈ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഈ ഗാർഹസ്ഥ്യം ഒരു തടസ്സമല്ല, അതൊന്നും ചിന്തയില്ല, ഈശ്വര സ്മരണയിൽ മുഴുകിയിരിക്കുകയാണ് അദ്ദേഹം. ബ്രഹ്മവിത്തമാ, ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠനാണ്. എന്ത് ചോദിച്ചിട്ടും ഒരക്ഷരം മറുപടി പറയില്ല. എന്താ പറയാത്തത്, എന്താ പറയാനുള്ളത്? ഭഗവാൻ അറിയാത്തത് വല്ലതുമാണോ ഈ ചോദിക്കുന്നത്? എന്താ ഭഗവാൻ അറിയാത്തത്? അതുമല്ല, ഭഗവാനെ കണ്ട ആത്മനിർവൃതിയിൽ മറ്റൊന്നും ഓർമ്മയില്ല, പരമാനന്ദത്തിൽ മുഴുകിയിരിക്കുകയാണത്. അവസാനം ഇദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അങ്ങക്ക് ഓർമ്മയില്ലേ, നമ്മൾ ആ ഗുരുകുലത്തിൽ ഒരുമിച്ച് കഴിഞ്ഞൊരു കാലം മറക്കൊന്നും വയ്യാട്ടോ. എന്തൊരു സുഖമായിരുന്നു വാസ്തവത്തിൽ ആ ഗുരുനാഥനും ഗുരുപത്നിക്കും. സ്വന്തം അച്ഛനമ്മമാർക്ക് പോലും ഇത്ര സ്നേഹമുണ്ടോ കുട്ടികളോട്? എന്തെല്ലാം പലഹാരങ്ങൾ ആ ഗുരുപത്നി ഉണ്ടാക്കി തരാം, എന്തൊരു വാത്സല്യം അല്ലേ, എന്തൊരു പരമാനന്ദമായിരുന്നു നമുക്ക്. അങ്ങക്ക് ഓർമ്മയില്ലേ, ഒരു ദിവസം ഗുരുനാഥന്റെ ഗുരുപത്നി ഉണ്ണികളെ വിറകില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിറക്കാൻ പോയത് അങ്ങക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പോയി നമ്മൾ വിറകൊക്കെ പെറുക്കി, വിറക് കെട്ടൊക്കെ പെറുക്കി കഴിഞ്ഞപ്പോഴേക്ക് മഴ പെയ്തു. ഒന്നിങ്ങനെ മഴ മാറട്ടെ വിചാരിച്ചിരുന്നു, അപ്പോഴേക്ക് നേരെ ഇരുട്ടായി. എന്തിനു പറയണു, വിറകൊക്കെ സമ്പാദിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആകെ നേരം ഇരുട്ടായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇന്ധന സമ്പാദന അനന്തരം ഓരോ കാട്ടിൽ അന്തനാധിപ വാണു സന്ധ്യയും വന്നു കൂടി ബന്ധം വിനാവൃഷ്ടിയും അന്ധകാരവും കൊണ്ടു താന്തരായി നമ്മൾ വല്ലി ബന്ധത്തിൽ വാണതില്ലേ. വിറക് വിറക്കാൻ പോയിട്ട് അതൊക്കെ പഴയ പെരുമഴ, ഇരുട്ടായി, സന്ധ്യയായി. ഈശ്വര, ഇനി എങ്ങനെ പോവുക ഈ ഇരുട്ടത്ത്? പെരുമഴയും പെയ്തു, വഴിയൊന്നും മനസ്സിലാവണില്ല. ആ വള്ളിക്കുടലിൽ നമ്മൾ പേടിച്ച് വിറച്ച് അവിടെ ഇരുന്നില്ലേ, നമ്മൾ ഓർമ്മയില്ലേ അങ്ങക്ക് എന്ന് ചോദിക്കുകയാണ്. ചീർത്ത് വാത ഭീതിയാൽ ഹസ്തങ്ങൾ പരസ്പരം കോർത്തു തുറപ്പിൽ പാർത്തു രാത്രിയെ നയിച്ചതും പരസ്പരം കോർത്തു തുറപ്പിൽ പാർത്തു. കൈ കോർത്ത് പിടിച്ച് പേടിച്ച് വിറച്ച് കാട്ടിലാണ്, ദുഷ്ടമൃഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഉറക്കൊഴിക്കണം. അതുമല്ല, രാവിലെ ചെന്നാ ഗുരുനാഥൻ എന്തൊക്കെയാ പറയുക, നേരം വഴുകിപ്പോയില്ലേ, ആ ഭയമുണ്ട്. ദുഷ്ടമൃഗങ്ങളെ പേടിക്കുക, പരസ്പരം കൈ കോർത്ത് പിടിച്ച് നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് ആ കാട്ടിൽ കഴിഞ്ഞ കഥ ഓർമ്മയില്ലേ അങ്ങക്ക്? ഗുരുനാഥൻ വൈകുന്നേരം ആഹാരം കഴിക്കാൻ സമയത്ത് ഉരുള ഉരട്ടിങ്ങടെ അപ്പോഴാ ഉണ്ണികളെവിടെ ചോദിച്ചു. ഗുരുപത്നി ആകെ പരിഭ്രമിച്ച് നിൽക്കുക. ഉണ്ണികൾ വന്നിട്ടില്ലേ, എവിടെ പോയത്? അവര് വിറകിന് പോയതാണ്. പേടിയെന്താ പറയാൻ. അതങ്ങോട്ട് കേട്ടതും ആ ഉരുള താഴത്തിട്ടു. ഇതുവരെ കുട്ടികൾ വന്നില്ലേ? ഈ കൃഷ്ണൻ സാധാരണ കുട്ടിയല്ല, അതെനിക്കറിയാം. അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാൻ എന്ത് മറുപടി പറയും? ആഹാരം കഴിച്ചില്ല അദ്ദേഹം. അന്ന് കാളരാത്രിയാണ്. രാത്രി എവിടേക്കായി ഈ ഉണ്ണികളെ തെരഞ്ഞു പോവുക? ഗുരുകുലത്തിൽ വിറക് വിറക്കാൻ ഗുരുകുലത്തിലേക്ക് കൊണ്ടുവരാൻ വിറകിന് പോയിട്ട് ഇതുവരെ വന്നില്ല, രാത്രിയായി. അന്ന് പാവം ഉറങ്ങിയിട്ടില്ല. അതിരാവിലെ ഈ കുട്ടികൾ എവിടെ? ഈശ്വര, അവർക്കൊന്നും പറ്റരുതേ പ്രാർത്ഥനയോടുകൂടി ആ ഗുരുനാഥൻ കാട്ടിലേക്ക് അന്വേഷിച്ച് എവിടേക്കാ പോകേണ്ടത്? അങ്ങനെ ആ പച്ച വിറകും കെട്ട് തലയിൽ വെച്ച് നമ്മള് മുഖമൊക്കെ ചീർത്ത, കണ്ണൊക്കെ കലങ്ങി, മുഴുവൻ ഉറക്കൊഴിച്ച് മഴ കൊണ്ടിട്ട് ആ പച്ച വിറകും കെട്ടെടുത്ത് തലയിൽ വെച്ച് നമ്മൾ പേടിച്ച് വിറച്ച് എന്താ ഇനി ഗുരുനാഥൻ പറയാന്ന് വിചാരിച്ച് പോകുമ്പോ ദൂരത്ത് നിന്ന് അതാ ഗുരുനാഥൻ വരുന്നു. ഗുരുനാഥൻ വരുമ്പോ പേടിയായി, ഇനി എന്താ പറയാ? ഗുരുനാഥൻ കുട്ടികളെ കണ്ടതും ഓടി വന്ന്
ആ പച്ചവറകം കെട്ടെടുത്ത് വലിച്ചെറിഞ്ഞ് കെട്ടിപ്പിടിച്ചില്ലേ നമ്മളെ. എന്റെ ഉണ്ണികളെ, നിങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചുവല്ലോ. നിങ്ങളുടെ വിദ്യയുണ്ടല്ലോ, ഈ ലോകമുള്ള കാലം നിലനിൽക്കെന്ന് പറഞ്ഞ ആ ഗുരുനാഥൻ 2 കൈയും മൂർധാവിൽ വെച്ച് അനുഗ്രഹിച്ചില്ലേ. ആ ഒരു അനുഗ്രഹം കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഈ നിലയിൽ കഴിയുന്നത്. ഗുരുനാഥന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ പിന്നെ വേറെ എന്താ മനുഷ്യന് ആവശ്യം? അന്യം ഗുരു കടാക്ഷാൽ ഒന്നു വേണമെന്നുണ്ടോ? ഗുരുനാഥന്റെ അനുഗ്രഹം ഉണ്ടായാൽ കുട്ടികളെ, ഈ ശരീരം വളരെ വിലപിടിച്ചതാണ് എല്ലാവർക്കും. ആ ശരീരത്തെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളെ ഈ രാത്രി ഉറക്കമൊഴിച്ച് വിറകിന് പോയിട്ട് രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടില്ലേ, കെട്ടിപ്പിടിച്ചു. ഗുരുനാഥന്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ കുട്ടികളെ കാണാൻ സാധിച്ചുവല്ലോ. ആ മൂർധാവിൽ കൈ വെച്ച് അനുഗ്രഹിച്ചത് ഓർമ്മയില്ലേ? ആ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഈ നിലയിലെത്തിയത് എന്ന് പറഞ്ഞപ്പോൾ മാത്രം സുധാമാവ് പറഞ്ഞു, അങ്ങയെ ശിഷ്യനായി കിട്ടിയത് കൊണ്ട് ഗുരുനാഥന് കീർത്തിയുണ്ടായി എന്നല്ലാതെ എന്താ പറയേണ്ടത്? അതാണ്, കൃഷ്ണന് ശിഷ്യനായി കിട്ടിയത് കൊണ്ടാണ് സാന്ദീപനിയുടെ കീർത്തി ലോകത്തിൽ നിലനിന്നത്. അതല്ലേ പരമസത്യം. അങ്ങനെ എന്തിനു പറയണോ, പരമാനന്ദമായി പല കഥകളും പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം കഴിഞ്ഞു. സ്വർഗത്തിലാണ്, തനിക്ക് യാതൊരു ബോധവുമില്ല, ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് സുധാമാവ്. പിറ്റേ ദിവസം രാവിലെ എത്ര കണ്ടാലും വർത്തമാനം പറഞ്ഞാലും മതിയാവില്ല. പക്ഷേ ശരിയല്ലല്ലോ, അവിടെ കുടുംബമുണ്ടല്ലോ, ഭാര്യയും കുട്ടികളും കാത്തിരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിനെ ഇവിടെ നിർത്തുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണം. അദ്ദേഹം എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് വരെ എന്നെ ഭജിച്ചിട്ടില്ല, ഭജിക്കൂല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്നി അങ്ങനെയല്ലല്ലോ, ചിലതൊക്കെ ആഗ്രഹിച്ചിട്ടാണല്ലോ പറഞ്ഞയച്ചത്. അപ്പം എന്തെങ്കിലും അമർത്യദുർലഭ, അതായത് മനുഷ്യർക്ക് അസാധ്യമായ വിഭവങ്ങൾ കൊടുക്കണം. പക്ഷേ അത് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന്, അതിന് കുറച്ച് അവില് കൊണ്ടുവന്നിട്ടുണ്ട്, അതെനിക്ക് തരുന്നില്ലല്ലോ, അതിലൂടെ വേണമല്ലോ കൊടുക്കാൻ. അവസാനം ചോദിച്ചു, അല്ല അങ്ങ് ആദ്യമായിട്ട് എന്നെ കാണാൻ വരികയല്ലേ, എന്തെങ്കിലും എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും, എനിക്കറിയാം. ഞാൻ അങ്ങനെ ഒരു തിന്നാവാണല്ലോ, എന്ത് കിട്ടിയാലും അരി വലിച്ച് തിന്നുന്ന സ്വഭാവമാണ്, അങ്ങേക്കറിയാം. അതുകൊണ്ട് എന്താ അങ്ങ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇത് പുറത്തേക്ക് എടുക്കാൻ വയ്യ. കാരണം ഈ 7-ാം മാളിക അവിടെയുള്ള കൊട്ടാരങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ 6-ാം നമ്പർ 4 ഒരു ചെറിയൊരു പൊതി കക്ഷത്ത് വെച്ചിട്ടുള്ളത്, ഈ ഗൾഫിൽ 18 കൊല്ലം ജോലി ചെയ്ത ആളുടെ വീട്ടിലേക്ക് 6-ാം നമ്പർ കൊണ്ടേ കൊടുക്കാൻ പറ്റും. എങ്ങനെ ഇത് പുറത്തേക്ക് എടുക്കാം? ലജ്ജിച്ചിട്ട് ഇത് പുറത്ത് കാണിക്കാതെ അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ കക്ഷത്തേക്ക് നോക്കി, എന്തോ ഒന്നുണ്ട്, എനിക്കറിയാം, വലിയ കേമായിട്ടൊന്നും ഉണ്ടാവില്ല, സാരല്ല. അന്നപ്യുപാഹൃതം ഭക്തത, വളരെ ഭക്തന്മാർ വളരെ കുറച്ച് തന്നാൽ മതി, എനിക്കത് വളരെ വലിയതാണ്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി. പത്രോ പുഷ്പോ ഫലോ വെള്ളോ എന്നതാന്നില്ല, ഭക്തിയോടുകൂടി എനിക്ക് ഭക്തന്മാർ തന്നാൽ അതെനിക്ക് വളരെ വലുതാണ്. അങ്ങേക്കറിയാലോ, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും എന്താ കൊണ്ടുവന്നത്? കക്ഷ ഇറുക്കി പിടിക്കുക, ഇത് കാണരുതേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നോക്കി, എന്താ അങ്ങയുടെ കയ്യിൻ്റെ ഇടയിലെ ബലാത്കാരമാണ്, അദ്ദേഹം തരില്ല തീർച്ചയായും. അപ്പം പിന്നെ വാങ്ങന്നെ, വാങ്ങി അതും എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അവില്, ഇതന്നെ അങ്ങക്ക് കൊണ്ടുവരാൻ തോന്നി. ഇത്ര നേരം എനിക്ക് തരാതെ കണ്ടിരുന്നില്ലേ, എനിക്ക് എത്ര ഇഷ്ടമാണ് അവില്, അങ്ങക്ക് അറിയില്ലേ അത്? അങ്ങയുടെ പൃഥുകം താവക, അങ്ങയുടെ ഈ അവില് ഇത്ര മധുരമെന്നോർത്തിയില്ല. ഇത്ര മധുരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊരു പിടിയും കിട്ടി വാരി വായിലിടാണ്. എന്താ ഇതിന് കാരണം? പ്രചുരം പ്രേമം. ആ സ്നേഹത്തോട് പ്രേമത്തോടു കൂടി തരുമ്പോൾ അതിന് മാധുര്യമുണ്ട്, അല്ലേ? സ്നേഹത്തോടു കൂടി ആരെന്ത് തന്നാലും നമുക്ക് വളരെ ഇഷ്ടമാണ്. മറിച്ച് സ്നേഹമില്ലാതെ തന്നാലോ, കാപ്പി കഴിക്കാൻ സമയത്ത് ഗേറ്റ് തുറക്കണോ, ഒച്ച കേട്ടു, ജനലിൽ കൂടെ നോക്കപ്പോൾ ഒരുത്തൻ ആരോ വരണം. ഞാൻ അന്നേ പറഞ്ഞ ഈ റോഡിൻ്റെ പക്കത്ത് വീട് വെക്കേണ്ട, തിന്നാൻ നേരത്ത് 100 എണ്ണം കയറി വരും. വന്നപ്പോൾ വരിക, കാപ്പി കുടിക്കണോ, കൊടുക്കാൻ മനസ്സിലുള്ള ആൾ കുടിക്കണോ ചോദിക്കില്ല, കാപ്പി കുടിക്കാൻ ക്ഷണിക്കുക ചെയ്യുക. കഴിക്കുമോ നമ്മളത്?
അവരുടെ മനോഭാവം അറിഞ്ഞാൽ. മറിച്ച് എന്തെല്ലാമോ കൊടുക്കണമെന്ന് മോഹമുണ്ട്. കട്ടൻ ചായയാണ്, വേണ്ടെങ്കിലും നമ്മളത് കഴിക്കും. അതാണ് പ്രേമത്തിൻ്റെ മാധുര്യം. സ്നേഹത്തോടു കൂടി എന്ത് തന്നാലും അത് അത്ര മധുരമാണ്. അതാണ് എന്തൊരു സ്വാദ. എനിക്ക് വളരെ ഇഷ്ടമാണ് അവില്. പക്ഷേ ഇവരൊന്നും എനിക്ക് അവിലുണ്ടാക്കി തരില്ല. പക്ഷെ സ്നേഹം കൊണ്ടാവും എൻ്റെ പല്ല് കേട് വരണ്ടാച്ചിട്ടോ. അങ്ങക്ക് അറിയാലോ, എനിക്ക് വളരെ ഇഷ്ടം. ഇതെന്നെ കൊണ്ടുവരണമെന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ അവില് തിന്നണമെന്ന് മോഹിച്ചിരിക്കുകയായിരുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരതിഥി എന്ത് കൊണ്ടുതന്നാലും അതിനെ വളരെ വലിയതായിട്ട് പറയണം. മറിച്ച് ഞാൻ കണ്ടു, ഒരു വീട്ടില് ആരോ പാവം നല്ല കുറേ ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട അമ്മ പറഞ്ഞു, ഇത് ഇവിടെ കുട്ടികൾ കഴിക്കില്ല കേട്ടോ. അന്നാളെ ഒരു ദിവസം കൊടുത്തിട്ട് പട്ടിക്ക് കൊടുക്കാണ്ടായത്. പാവം എത്ര കഷ്ടപ്പെട്ടിട്ടായ അതവിടെ വാങ്ങി വെച്ചിട്ട് അയാൾ പോയിട്ട് ഇവിടുത്തെ വലിച്ചെറിഞ്ഞോട്ടെ. എന്നാലും അയാളോട് ഇത് ഇവിടുത്തെ കുട്ടികൾ കഴിക്കില്ല, അന്നെ പട്ടികൾക്ക് കൊടുക്കാണ്ടായതാ പറഞ്ഞാൽ എന്താ അയാളുടെ വേദന? എത്ര തുച്ഛമായാലും അതിനെ വലിയതായിട്ട് നമ്മൾ ഭാവന ചെയ്യണം. കാരണം സ്നേഹത്തോടു കൂടിയാണ് അത് തരുന്നത്. അത് പറഞ്ഞു, ഒരു പിടിയെടുത്ത് കഴിച്ചു. രണ്ടാമതും എടുക്കാൻ ഭാവിച്ചപ്പോൾ ലക്ഷ്മീദേവിയായ രുക്മിണീദേവി കൈ കടന്ന് പിടിച്ചു എന്നാണ്. ഇനി അങ്ങ് കഴിക്കരുത്, ഇപ്പം തന്നെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, അവിടെ എത്തിക്കഴിഞ്ഞു സമ്പത്ത്. ഇനിയും അങ്ങ് എടുത്താൽ ഞാൻ അങ്ങയുടെ ഭക്തന്റെ ദാസിയാവേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞ് പിടിക്കാനുണ്ടായത്. ഏതായാലും അത് സ്വീകരിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ പരമാനന്ദമായിട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ യാത്ര അയക്കാതെ കണ്ട് വയ്യല്ലോ. അദ്ദേഹത്തെ അവിടെ ചിലർ കാത്തിരിക്കില്ലേ? മനസ്സില്ലെങ്കിലും യാത്ര അയക്കാണ്. എത്ര കണ്ടാലും മതിയാവില്ല, എത്ര സംസാരിച്ചാലും മതിയാവില്ല. പക്ഷേ അങ്ങയോട് നിൽക്കാൻ പറയണത് ശരിയല്ലല്ലോ. അങ്ങയെ കാത്ത് ചിലരവിടെ നിൽക്കുന്നുണ്ടാവില്ലേ? അതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരിക, ഓർമ്മയുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു വടിയും കുടയൊക്കെ എടുത്ത് കൊടുത്തു. അദ്ദേഹത്തിനുണ്ടോ ഇവിടുന്ന് പോവാൻ തോന്നണു. പക്ഷെ വടിയും കുടയും എടുത്ത് കൊടുത്താൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ ചോദിക്കാൻ പറ്റും. വാങ്ങി ഭഗവാനെ നോക്കി കണ്ണുനീര് വറുത്തുകൊണ്ട് സന്തോഷം കൊണ്ട് മത്തിമറന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചിന്തിച്ചു, വാസ്തവത്തിൽ എന്ത് യോഗ്യതയായി എനിക്കുള്ളത്. എനിക്ക് ചാമരം വീശി തന്നത് മഹാലക്ഷ്മിയാണ്. ഭഗവാൻ എൻ്റെ പാദശുശ്രൂഷ ചെയ്തു. എന്തെല്ലാമാണ് സ്വീകരിച്ചത്. ആ ജ്യേഷ്ഠനേക്കാൾ കേമമായിട്ടാണ് എന്നെ സ്വീകരിച്ചത്. സ്വർണതൽപ്പത്തിലിരുത്തി. അതിനുള്ള എന്ത് യോഗ്യതയായി എനിക്കുള്ളത്. പുഷ്കര വിലോചന ത്വൽകൃപ കാരണേന ചൊൽക്കൊണ്ട കൃതാർത്ഥേഷു ഇക്കാലോ അഗ്രഗണ്യൻ. കൃതാർത്ഥന്മാരായ ആളുകളിൽ ഞാൻ തന്നെയാണ് അഗ്രഗണ്യൻ. അങ്ങനെ ഈ വിധത്തിൽ സ്വീകരിച്ചില്ലേ എന്നുള്ളതാ. നിഷ്കിഞ്ചന ഭൂസൂരനെ പൊക്കമേറും സൗധമേറ്റി സൽക്കരിച്ചതു ഓർത്ത മൽഭാഗ്യമെന്തോ ചൊൽവോ പുഷ്കര വിലോചന. നിഷ്കിഞ്ചന ഭൂസൻ, ഒന്നുമില്ലാത്ത ദരിദ്രോ പാപിയായ ഈ ദരിദ്രനായ എന്നെ അങ്ങ് ആ സ്വർണതൽപ്പത്തിൽ ഇരുത്തി പൂജിച്ചത് ആലോചിച്ചാൽ അങ്ങ് എവിടെ ഇരിക്കണു, ഞാൻ എവിടെ കിടക്കണു? എൻ്റെ ഒരു ഭാഗ്യം, ഇതിൽ പരം ഒരു ഭാഗ്യം ഇനി ആർക്ക് സാധിക്കാനാണ്? പക്ഷേ നിവൃത്തിയില്ല. പാരാതേമൽ കുടുംബിനി വരവും മേ ഹരേ പാർത്തു മരുവുന്നു ശിശുക്കളും ദർശനവും പുനരസ്തു. എന്നെ കാത്ത ഭാര്യയും കുട്ടികളൊക്കെ കാത്തിരിക്കല്ലേ. ഇടയ്ക്ക് വീണ്ടും കാണാൻ യോഗം ഉണ്ടാവട്ടെ. ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ത്വൽപാദം ചേരുവോളം അൽപേതരയ ഭക്തി അപ്രമേയ തന്നിടേണം
അപ്രമേയ തന്നിടേണോ ഇപ്പോഴകം യമീ ഗേഹം. അങ്ങയുടെ പാദത്തിൽ ചേരുന്നത് വരെ അളവറ്റ ഭക്തി തന്ന് എന്നെ അനുഗ്രഹിക്കണം. ഞാനിപ്പോ യാത്രയാവട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം. പടിക്കലറ്റം ഭഗവാൻ ചെന്നു. എന്തെങ്കിലും ഇദ്ദേഹം ചോദിക്കട്ടെ, എന്നിട്ട് വേണമല്ലോ കൊടുക്കാൻ. ഒന്നും ചോദിക്കണില്ല. എന്താ ചെയ്യാ? കുറച്ച് ദൂരം അങ്ങോട്ട് പോയി. ഭഗവാൻ അല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യപ്പെടട്ടെ. ഭാര്യ വളരെ ആഗ്രഹിച്ചിട്ടാണല്ലോ പറഞ്ഞയച്ചത്. ഒന്നും ചോദിക്കുന്നില്ല. ഭഗവാന്റെ മുമ്പിൽ ചെന്നാൽ എന്താ ചോദിക്കാൻ തോന്നുക? കുറച്ച് ദൂരങ്ങൾ ഭഗവാനെ വിഷമം. ഒന്നും ചോദിക്കണില്ലല്ലോ. കുറച്ചങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും ഭാര്യ പറഞ്ഞത് അതന്നെയാവും വരണത്. ഒരു എന്താ സുധാമാവേ പറഞ്ഞു, വിഷമാവില്ലല്ലോ. ഭഗവാൻ എന്താ വിഷമാവണം? എന്താ വിഷമം? എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ബുദ്ധിമുട്ടാവില്ലല്ലോ. എന്താ അങ്ങ് പറയണത്? എനിക്ക് എന്താ ബുദ്ധിമുട്ട്? എന്താ വേണ്ടത്? അങ്ങ് എന്നെ കുറെ നമസ്കരിച്ചു, എന്നെ കാര്യമായിട്ട് സ്വീകരിച്ചു. ഒരു കാര്യം എന്താ പറയൂ? ഞാൻ അങ്ങയെ ഒന്ന് നമസ്കരിച്ചോട്ടെ, ഭഗവാനെ ഒന്ന് നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ച ആ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു. ഭഗവാൻ കെട്ടിപ്പിടിച്ചു. തൻ്റെ ഭക്തന്റെ ഭാവശുദ്ധി. ഒന്നും ചോദിക്കണില്ല. യാത്രയായി കുറച്ചു ദൂരം പോയി. എന്നോളം സുഹൃതികളെ ഈ ലോകത്തിൽ വേറെ ആരുണ്ട്? പിന്നെ ഓർത്തു, അല്ല, ഭാര്യ പലത് ആഗ്രഹിച്ചു കൊണ്ടാ എന്നെ പറഞ്ഞയച്ചത്. ഭഗവാൻ ഒന്നും തന്നതുമില്ല, ഞാനൊന്നോട്ട് ചോദിച്ചതുമില്ല. എന്തേ ഭഗവാൻ തരാഞ്ഞത്? മനസ്സിലായി. എന്നോടുള്ള വാത്സല്യം, സ്നേഹം കൊണ്ട് ഒന്നും തരാതെ കണ്ട് പറഞ്ഞയച്ചു. കാരണം അധനോയം ധനം പ്രാപ്യ മാദ്യന്നുച്ചൈർണമസ്മരേത് ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരിനാദാത്. നിർധനനായ ഇയാൾക്ക് ഒരുപാട് പണം കൊടുത്താൽ പിന്നെ ഭഗവാനെയൊക്കെ മറക്കും. ആ കാരുണ്യം കൊണ്ടല്ലേ എനിക്കൊന്നും തരാതെ കണ്ട് പറഞ്ഞയച്ചത്. എന്തൊരപാരമായ കാരുണ്യം ഭഗവാന്! ഇതിപ്പോ പ്രത്യക്ഷത്തിൽ അനുഭവിച്ചല്ലേ. ധനം ഒരുപാട് വന്നാൽ പലപ്പോഴും മനുഷ്യൻ ഭഗവാനെ മറക്കുകയാണല്ലോ പതിവ്. അങ്ങനെ വരരുത് എന്ന് വിചാരിച്ചിട്ടല്ലേ ഒന്നും തരാതെ കണ്ട് എന്നെ പറഞ്ഞയച്ചത് എന്ന് അതും അനുകൂലം, എല്ലാം പോസിറ്റീവ് ചിന്ത. അതാണ് ഭക്തന്മാർക്ക്, അതേ പാടുള്ളൂ. എന്നിട്ട് പോയി അവിടെ ചെന്നപ്പോ ആകെ ലോകം മാറിയിട്ടുണ്ട്. ഉദ്യാനങ്ങള്, മാണിമാളികകള്. എനിക്ക് വഴി തെറ്റിയോ? ഞാൻ വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിപ്പെട്ടു. ഈശ്വര, അല്ല, എന്റെ സ്ഥലം തന്നെയാണ്. എന്താ ഈ കാണുന്നത്? അനേകം സ്ത്രീ പുരുഷന്മാര് വട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അതിമനോഹരമായ കെട്ടിടങ്ങള്. ഒന്നും മനസ്സിലാവണില്ല. അതാ ഒരു സ്ത്രീ കുറച്ച് തോഴിമാരോടുകൂടി വരുന്നു തൻ്റെ അടുക്കലേക്ക്. ഏതാ ഈ സ്ത്രീ എൻ്റെ അടുത്തേക്ക് വരുന്നത്? പേടിച്ച് പരിഭ്രമിച്ച് നോക്കുമ്പോ തൻ്റെ ഭാര്യയാണ്. എന്തൊരു മാറ്റം! പട്ടുവസ്ത്രങ്ങള്, സ്വർണ്ണാഭരണങ്ങള് ഒക്കെ നിറഞ്ഞിട്ട് മനസ്സിലായില്ല ആ ഭർത്താവ് വരുന്നു എന്നറിഞ്ഞപ്പോ വേഗത്തിൽ വരികയാണ്. എന്നിട്ട് ബുദ്ധി കൊണ്ട് പിന്നെ അദ്ദേഹത്തെ നമസ്കരിച്ചു, മനസ്സുകൊണ്ട് പരിശസ്വചി ആലിംഗനം ചെയ്തു. പത്നി എന്നാ പറയണത്. അങ്ങനെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു. ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത്ര പെട്ടെന്ന് എന്താ ഇതൊക്കെ ഇവിടെ ഉണ്ടാവാൻ കാരണം? സംശയമില്ല, ഭഗവാന്റെ അനുഗ്രഹം തന്നെ. ഭഗവാൻ അനുഗ്രഹിച്ചാൽ എന്താ സാധിക്കാത്തത്? കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ. ശ്രീനികേതനായ ഭഗവാൻ സന്തോഷിച്ചാൽ എന്താ സംഭവിക്കാത്തത്? ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. വിചിത്രമായ നാടകശാലകള്, സ്വർണ്ണനിർമ്മിതമായ തൂണുകള്, അവിടെയുള്ള തടാകങ്ങള്, താമര വിരിഞ്ഞു നിൽക്കുന്നു. എന്തെല്ലാമാണ്! അത്ഭുതപ്പെട്ടു. പറഞ്ഞു ഭാര്യയോട്, ഇതൊക്കെ ഭഗവാന്റെ വിഭൂതിയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരുപാട് ദാരിദ്ര്യം ഭഗവാൻ തന്നു. അന്ന് ആ ദാരിദ്ര്യം കൊണ്ട് നമ്മൾ ഭഗവാനെ ഭജിച്ചു. ഇപ്പൊ ഒരുപാട് സമ്പത്ത് തന്നു. ഈ ദാരിദ്ര്യവും സമ്പത്തും ഒക്കെ ഭഗവാന്റെ വിഭൂതികളാണ്. നമുക്ക് വിഭൂതികളല്ല, ഭഗവാനെയാണ് വേണ്ടത്. മറക്കരുതേ. ഈ സമ്പത്തിന്റെ മധ്യത്തിലും ഭഗവാനെ മറക്കരുതേ.
ആ സമ്പത്തിൻ്റെ മധ്യത്തിലും പരമവിരക്തനായിട്ട് പത്നിയോടുകൂടി ജീവിച്ചു ഭഗവാനെ ഭജിച്ചുകൊണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാനെ ഭജിച്ചുകൊണ്ട് അദ്ദേഹം ആ പരമപദത്തെ പ്രാപിച്ചു. ഈ കഥ കേട്ടാൽ തന്നെ ഭക്തിയുണ്ടാകും. എല്ലാ കർമ്മബന്ധത്തിൽ നിന്നും നമ്മൾ മുക്തന്മാരാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ഉപസംഹരിക്കുന്നത്. കഥ വളരെ ചെറുതാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അടക്കിയിട്ടുള്ളത്. ആ ആദ്യത്തെ ഒരു ശ്ലോകം തന്നെ മതി. ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണസ്യാസി സഖാ കശ്ചിത്, കൃഷ്ണന്റെ സഖാവ്, അല്ലാണ്ട് സുദാമാവിന്റെ സഖാവ് കൃഷ്ണൻ എന്നല്ല. ഭഗവാന്റെ മിത്രമാണ് നാം എന്ന് ഭഗവാൻ പറയത്തക്ക നിലയിൽ ഉയരണമെങ്കിൽ എന്തുമാത്രം സുകൃതം ചെയ്തിട്ടുണ്ടാവണം. ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദൃഷ്ടിയിൽ ഊണുനൂൽ ഓർമ്മ വരും. ഇതിട്ടവരൊക്കെ ബ്രാഹ്മണർ. അങ്ങനെയല്ല, ജാതിയുടെ പേരല്ല ഈ ബ്രാഹ്മണൻ എന്നുള്ളത്. അതൊക്കെ ഭാരതത്തിലൊക്കെ വിസ്തരിച്ച് പറയേണ്ട. ചാതുർവർണ്ണം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഗുണത്തെയും കർമ്മത്തെയും നോക്കിയിട്ടാണ് ഈ 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരാളുടെ ശ്രേഷ്ഠമായ സംസ്കാരം, ആ സംസ്കാരത്തിനനുസരിച്ച ശ്രേഷ്ഠമായ പ്രവൃത്തികൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ആരുടെ മകനാന്ന് നോക്കിയിട്ടല്ല. ന യോനിർനാപി സംസ്കാരോ ന ശ്രുതം ന ച സന്തതി കാരണാനി ദ്വിജത്വസ്യ വൃത്തമേവതു കാരണം ന യോനിർനാപി സംസ്കാരോ. ആത്തേമാരുടെ മകനാണോ? എന്നാ നമ്പൂരിയാണ്. അങ്ങനെയല്ല. ഉപനയന സംസ്കാരം, ഉപനയനമൊക്കെ കഴിഞ്ഞ് ഒന്നാം ബ്രാഹ്മണനാണ്. അങ്ങനെയല്ല. ന ശ്രുതം, വേദം പഠിച്ചു ഒന്നാം ബ്രാഹ്മണനാണ്. അതുമല്ല. നച്ച സന്തതി, തിരുമുൽപ്പാടിൻ്റെ മകനാണ് അല്ലെങ്കിൽ നമ്പൂരിപ്പാടിൻ്റെ മകനാണ്, നമ്പൂരിയാണ് ബ്രാഹ്മണൻ. അങ്ങനെയല്ല. കാരണാനി ദ്വിജസ്യ, ഇതൊന്നും അല്ല കാരണം. വൃത്തമേവതു കാരണം. ശ്രേഷ്ഠമായ സംസ്കാരം, പ്രവൃത്തികൾ, ശ്രേഷ്ഠമായ കർമ്മം ചെയ്യണമെങ്കിൽ ശ്രേഷ്ഠമായ സംസ്കാരം ഉണ്ടാകണം. അങ്ങനെയുള്ള സംസ്കാരം ആരിലുണ്ട്, അത് നോക്കിയിട്ടാണ് ഒരാൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ ശൂദ്രനാണോ എന്ന് പറയണത്. എന്താ ബ്രാഹ്മണന്റെ? സത്യം, ദാനം, ക്ഷമാശീലം, ആദൃശംസ്യം, തപോ, അഘൃണ, ദൃശ്യന്തേ എത്ര നാഗേന്ദ്ര സ ബ്രാഹ്മണ ഇതി സ്മൃത. മഹാഭാരതം. ബ്രാഹ്മണനാരാ? സത്യമായ വാക്ക്, സത്യമായ പ്രവൃത്തി, കളവ് പറയാൻ വയ്യ. രാമൻ കേസ് കുടുങ്ങിയപ്പോൾ തിരുമേനി സാക്ഷി പറഞ്ഞാൽ രക്ഷപ്പെടും. തിരുമേനി കളവ് പറയില്ലല്ലോ. അവസാനം തിരുമേനിയെ കൂട്ടിക്കൊണ്ടേ തിരുമേനി അടിയന് വേണ്ടി ഒന്നും പറയണമില്ലെങ്കിൽ എൻ്റെ കാര്യം പെരുങ്ങലാന്ന് പറഞ്ഞു. അവസാനം രാമനോടുള്ള വാത്സല്യം കൊണ്ട് തിരുമേനി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ ഗീത വെച്ചിട്ട് പറയണം ഞാൻ സത്യം പറയൂ എന്നൊക്കെ കോടതിയിലേ. അത് പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, രാമ നിൻ്റെ കാര്യം പെരുങ്ങൽ എന്നെ പറഞ്ഞു. കളവ് പറയാനേ വയ്യ. അതാണ് സത്യം, ദാനം, എന്തും ദാനം, ക്ഷമ, ഒരിക്കലും ക്ഷോഭിക്കില്ല ബ്രാഹ്മണര്. നമ്മൾ പത്രത്തിലൊക്കെ എന്തെല്ലാം വായിച്ചു, പക്ഷേ ഇതുവരെ വായിച്ചിട്ടില്ല. ഒരു തിരുമേനി കത്തിയെടുത്ത് കുത്തിയെന്ന് വായിച്ചിട്ടില്ല. അത് എന്തൊക്കെയാണെങ്കിൽ ആ പരമ്പരയാ ആ ഒരു സംസ്കാരം ബ്രാഹ്മണരിലുണ്ട്. അത് സംശയമൊന്നുമില്ല. എല്ലാവരും ബ്രഹ്മജ്ഞാനികളായിട്ടല്ല, എങ്കിലും ആ ഒരു സംസ്കാരം ഉണ്ടാവും. ദയാ, സത്യം, ദാനം, ക്ഷമാശീലം, ആദർശംശം, ക്രൂരതയില്ല, തപസ്, എപ്പോഴും മനസ്സും ബുദ്ധിയും ഭഗവത്നിഷ്ഠമായിട്ട് നിൽക്കുക, അകൃണ, ആരോടും വെറുപ്പില്ലാതിരിക്കുക. ഈ ഗുണങ്ങളൊക്കെ ആരിലുണ്ടോ അയാൾ ബ്രാഹ്മണൻ, സബ്രാഹ്മണ. ഈ ഗുണങ്ങളൊക്കെ നാരായണ ഗുരുദേവരിലുണ്ടെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണൻ. ഈ ഗുണങ്ങളൊക്കെ നമ്പൂതിരിപ്പാടിലില്ലെങ്കിൽ അയാൾ നമ്പൂതിരിപ്പാടല്ല, ചണ്ടാല, വിപ്ര ചണ്ടാല. വേദം പഠിച്ചാലായാലും അയാൾ ചണ്ടാലനാണ്. ക്ഷമ വേണം, ജീവകാരുണ്യം വേണം, സത്യം വേണം. അതൊക്കെ ഉണ്ടെങ്കിലേ ഒരാളെ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല, ഇത് ഉപനിഷത്തിലൊക്കെ യോവാ ഏതദക്ഷരം ഗാർഗി വിദിത്വ അസ്മാത് ലോകാത് പ്രൈതി സ ബ്രാഹ്മണ. ഉപനിഷത്ത് പറയുന്ന, അല്ലയോ ഗാർഗി, ഏതൊരുവനാണോ അക്ഷരം, ഒരിക്കലും നാശമില്ലാത്ത ആ പരമാത്മാവിനെ, പരബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചതിന് ശേഷം ഈ ദേഹത്തെ ത്യജിക്കുന്നത് അയാളാണ് ബ്രാഹ്മണൻ. അപ്പൊ ആത്മസാക്ഷാത്കാരം നേടിയവനാണ് ബ്രാഹ്മണൻ. ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കർമ്മങ്ങളോ എന്താണ്, ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരെ. അയാളുടെ ഹൃദയഗ്രന്ഥി, ഞാൻ എൻ്റെ എന്നുള്ള ചിന്തയൊക്കെ പോയി പരമജ്ഞാനിയായി കഴിഞ്ഞാൽ ഛിദ്യന്തേ സർവസംശയം. പിന്നെ അയാൾക്ക് യാതൊരു സംശയവും ഇല്ല. പരമജ്ഞാനികൾക്ക് എന്താ സംശയമുള്ളത്? ശ്രീരാമകൃഷ്ണദേവന് വല്ല സംശയമുണ്ടോ? രമണ മഹർഷിക്ക് വല്ല സംശയമുണ്ടോ? അവർക്കൊന്നും ഒരു സംശയമില്ല. നമുക്കേ ഉള്ളൂ സംശയം. പരമജ്ഞാനികൾക്ക് സംശയമില്ല.
ക്ഷീയന്തേ ചാസ്യ കർമാണി, അവരുടെ കർമ്മങ്ങളൊക്കെ ക്ഷയിച്ചു. അവർക്ക് ഒന്നും ഇവിടെ കർത്തവ്യമായിട്ടില്ല, ഇന്നത് ചെയ്തോളണം, ഇന്നത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. കാരണം എന്താ? അവർക്കൊന്നും നേടേണ്ടതില്ല. അവർക്കിവിടെ കർത്തവ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മൾക്ക് അജ്ഞാനികൾക്ക് ലൗകികന്മാർക്ക് പല കാര്യവും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പം സന്ധ്യാവന്ദനമൊക്കെ ചെയ്യണത് എന്തിനാ? നമ്മൾ ഈ അജ്ഞാനമൊക്കെ നീങ്ങി പരമമായ ജ്ഞാനം കിട്ടാൻ വേണ്ടി, ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. പരമജ്ഞാനിയായി കഴിഞ്ഞാലോ അയാൾക്ക് സന്ധ്യാവന്ദനമൊന്നും ചെയ്തോളണമെന്നില്ല, അല്ലേ? ഗംഗാതീരത്ത് പലരും സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കണ്ടാ ബ്രാഹ്മണനാ തോന്നണുണ്ട്, പക്ഷെ സന്ധ്യാവന്ദനം ഒന്നും ചെയ്യണില്ല. അപ്പം അയാളോട് ചോദിച്ചു, അല്ല സന്ധ്യാവന്ദനം ഒന്നുമില്ലേ ചോദിച്ചു. എനിക്ക് സന്ധ്യാവന്ദനം ചെയ്യാൻ നിവൃത്തിയില്ല, പോലെയുണ്ട്. ആരെ? മരിച്ചത്? മരിച്ച പോലെയുണ്ട്, പറ്റ പോലെയുണ്ട് പറഞ്ഞു. മൃതാ മോഹമയീ മാതാ, എൻ്റെ അജ്ഞാനമാകുന്ന അമ്മ മരിച്ചു. ജാതോ ബോധമയസ്സുത, വിജ്ഞാനമാകുന്ന പുത്രൻ എനിക്ക് ജനിച്ചു. അപ്പൊ രണ്ട് പോലെ, മരിച്ച പോലെ. അജ്ഞാനമാകുന്ന അമ്മ മരിച്ചു, വിജ്ഞാനമാകുന്ന പുത്രൻ ജനിച്ചു. സൂതകദ്വയ സംപ്രാപ്തവും കഥം സന്ധ്യാമുപാസ്മയ. ഇങ്ങനെ രണ്ട് പോലെയുണ്ട്. വാലായ്മയുള്ളപ്പോൾ ഞാൻ എങ്ങനെ സന്ധ്യാവന്ദനം ചെയ്യാം? അതായത് അജ്ഞാനം പരിപൂർണം നശിച്ച് പരമജ്ഞാനിയായ കഴിഞ്ഞ ഒരാൾക്ക് സന്ധ്യാവന്ദനമൊന്നും ആവശ്യമില്ല. അതാണ് ഇപ്പോഴത്തെ നമ്പൂരി കുട്ടികളൊന്നും സന്ധ്യാവന്ദനം ചെയ്യാറില്ല. കാരണം പരമജ്ഞാനികളായാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതാണ് പിന്നെ ഒരാളോട് സന്ധ്യാവന്ദനം ഒന്നും ചോദിച്ചാൽ അതെപ്പോഴാണ് ഈ സന്ധ്യാവന്ദനം ചെയ്യാൻ ചോദിച്ചു. നല്ല കഥയെ. സന്ധ്യാവന്ദനം എപ്പോഴാ? സന്ധ്യാവന്ദനം സന്ധ്യയ്ക്ക്. അതെപ്പോഴാ സന്ധ്യ? ഇയാളോട് എന്താ പറയണേ? സൂര്യൻ ഉദിക്കുമ്പോൾ പ്രാതസന്ധ്യ, അസ്തമിക്കുമ്പോൾ സായം സന്ധ്യ. അതൊന്നും ശരിയത്തെ എനിക്ക് വശല്ലേ ചോദിച്ചു. അങ്ങനെയാണല്ലേ, എന്നാ എനിക്ക് നിവൃത്തിയില്ല പറഞ്ഞു. കാരണം എൻ്റെ സൂര്യൻ ഹൃദാകാശേച്ചിദാദിത്യ സദാ ഭാസതി ഭാസതി. എൻ്റെ ഹൃദയമാകുന്ന ആകാശത്തിൽ സച്ചിദാനന്ദ സ്വരൂപിയാകുന്ന സൂര്യൻ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. നാസ്തമേതി ച നോദേതി, അസ്തമിക്കണമില്ല ഉദിക്കണമില്ല. കഥം സന്ധ്യാമുപാസ്മയ, എനിക്ക് സന്ധ്യയില്ല, പിന്നെ എങ്ങനെ ഞാൻ സന്ധ്യാവന്ദനം ചെയ്യുക? അതായത് പരമജ്ഞാനികൾക്ക് ഈ ലോകത്തിൽ കർത്തവ്യമായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം. അതാണ് ബ്രാഹ്മണന്റെ മഹത്വം, ബ്രഹ്മജ്ഞാനിയുടെ മഹത്വം. ചിലർക്ക് ആക്ഷേപം, അവരൊക്കെ ബ്രാഹ്മണപക്ഷപാതികളാണ്. ബ്രാഹ്മണപക്ഷപാതികളാവുക വേണ്ടത്. ബ്രഹ്മജ്ഞാനികളെ പറഞ്ഞാൽ അവരാരാ? ഒരാൾ പറഞ്ഞു ബ്രാഹ്മണനാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. എന്താ കാരണം? ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദൈവതം. അദ്ദേഹം പറഞ്ഞ ദൈവാധീനം ജഗത് സർവം, ഈ പ്രപഞ്ചം മുഴുവനുണ്ടല്ലോ ദൈവത്തിൻ്റെ അധീനത്തിലാണ്. ഭഗവാൻ സങ്കല്പിക്കുന്നതാ ഇവിടെ നടക്കുക. നമ്മൾ സങ്കല്പിക്കുന്നത് മുഴുവനൊന്നും നടക്കില്ല, നടക്കാനും പാടില്ല. നടന്ന അസലായി. നമ്മൾ പലരും നശിച്ചു പോട്ടെ എന്നൊക്കെ സങ്കല്പിക്കും. അതൊക്കെ തുടങ്ങിയ കഴിഞ്ഞില്ലേ കഥ. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ സങ്കല്പമാണ് ഇവിടെ നടക്കുക. ദൈവാധീനം, ഭഗവാന്റെ അധീനത്തിലാണ് ഈ പ്രപഞ്ചം. മന്ത്രാധീനം തു ദൈവതം, ഈ ദേവന്മാര് മന്ത്രത്തിന്റെ കീഴിലാണ്. അതാണ് അത്ഭുതം. മന്ത്രം ജപിച്ചാൽ ദേവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. ഇപ്പൊ ഒരു വീട്ടിൽ പൂജ നടത്തുകയാണ്, അവിടെ ചാണകമൊക്കെ മെഴുകി മറ്റ് വിളക്ക് വെച്ച് പൂജ ചെയ്യണു. അവിടെ പ്രതിഷ്ഠയൊന്നുമില്ലല്ലോ, പ്രതിഷ്ഠയൊന്നും വേണ്ട. ആരെ പൂജിക്കുന്നു? ആ ദേവനെ മന്ത്രം കൊണ്ട് ആവഹിക്കുകയാണ്. അപ്പം മഹാവിഷ്ണുവിനെ പൂജിക്കണമെങ്കിൽ അതിന് മന്ത്രമുണ്ട്. മഹാവിഷ്ണുമൂർത്തി ഭഗവൻ ആഗച്ഛ ആഗച്ഛ ആവാഹയാമി എന്നൊക്കെ പറഞ്ഞ് ചില മന്ത്രം ചൊല്ലിയാൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ദേവിയുടെ പൂജ ചെയ്യുകയാണെങ്കിൽ ദേവിയെ ആവഹിക്കുകയാണ്. അപ്പം മന്ത്രം കൊണ്ട് ആവഹിച്ചാൽ ആ ദേവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അതായത് മന്ത്രത്തിൻ്റെ കീഴിലാണ് ദേവന്മാരെന്നർത്ഥം. തന്മന്ത്രം ബ്രാഹ്മണാധീനം, ഈ മന്ത്രം ആരുടെ കയ്യിലാണ്? ബ്രാഹ്മണരുടെ കയ്യിലാണ്. ബ്രാഹ്മണരെ പറഞ്ഞ പൂണുനൂലല്ലോ, ബ്രഹ്മജ്ഞാനികളുടെ കയ്യിൽ. മന്ത്രദ്രഷ്ടാക്കൾ. ഈ മന്ത്രം എങ്ങനെ ഉണ്ടായി? തപസ് ചെയ്ത് ഈ സ്വരങ്ങളെ ഈ വിധത്തിൽ ഉച്ചരിച്ചാൽ അന്തരീക്ഷത്തിൽ ഇന്ന മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു കണ്ടുപിടിച്ചു. അതാണ് മന്ത്രം. മന്ത്രദ്രഷ്ടാക്കള്. ഒരു മന്ത്രം ചെല്ലുമ്പോൾ അതിൻ്റെ ഋഷി, ഛന്ദസ്, ദേവത. ഗാധിനോ വിശ്വാമിത്ര ഋഷി. അപ്പൊ വിശ്വാമിത്ര മഹർഷിയാണ് ആ മന്ത്രത്തിന്റെ ദ്രഷ്ടാവ്. അത് ഓരോ മന്ത്രത്തിനും ഇതിന് ഋഷിയുണ്ട്. ആ ഋഷീശ്വരന്മാരിൽ നിന്നാണ് മന്ത്രമുണ്ടായത്. അപ്പൊ മന്ത്രം അവരുടെ കയ്യിലാണ്, ബ്രഹ്മജ്ഞാനികളുടെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രാഹ്മണോ മമ ദൈവത, എൻ്റെ ദൈവം ബ്രാഹ്മണനാ. ബ്രാഹ്മണനെ പിടിച്ചാൽ മതി. ബ്രഹ്മജ്ഞാനികളെ അവരുടെ കയ്യിൽ മന്ത്രമുണ്ടല്ലോ, മന്ത്രത്തിന്റെ കീഴിലല്ലേ ദേവന്മാര്. അപ്പൊ ഈ ലോകത്ത് എന്ത് കാര്യവും ദേവന്മാരുടെ ഇഷ്ടം പോലെ നടക്കുന്നത്. അപ്പോ ബ്രാഹ്മണനെ പിടിച്ചാൽ ഒരു വിഷമവുമില്ല. അതുകൊണ്ട് ബ്രാഹ്മണനാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മന്ത്രമുണ്ട്.
ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ശാന്തിക്കാരൻ അദ്ദേഹത്തിന് 2 മാസം ലീവ് എടുത്ത് ഇല്ലത്തേക്ക് പോകണം. അപ്പോൾ ഒരു ഉണ്ണിനമ്പൂരി അവിടെ മുട്ടുശാന്തിക്ക് ഏർപ്പാടാക്കിയിട്ട് 2 മാസം ലീവ് എടുത്ത് ഇല്ലത്തേക്ക് പോകാം. അപ്പോൾ അദ്ദേഹത്തിന് വെച്ചാൽ ഈ 3 കുട്ടി 4 കുട്ടി പുകലൊക്കെ കൂട്ടി നല്ല മുറുക്ക അത്തിക്കേമാണ്. അപ്പോൾ നല്ല പുകല വേണം. അത് നാട്ടിൽ കിട്ടില്ല, ഇവിടെ കിട്ടുകയും ചെയ്യും. എന്നാൽ 2 കെട്ട് പുകല, അസല പുകല 2 മാസത്തേക്കുള്ളതേ വാങ്ങി അത് കെട്ടിപ്പോഞ്ഞ് കൊണ്ടുപോകണം ഈ തിരുമേനി. അപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, പിടിക്കും. അപ്പം അതുകൊണ്ട് ഈ പുകല കൊണ്ടുപോകാൻ കെട്ടിപ്പോഞ്ഞിട്ട് അത് കക്ഷത്ത് വെച്ച് ഒരു 1.5 കിലോമീറ്റർ വളഞ്ഞ ഒരു ചുടലയെ കൂടെ ഒക്കെ പോകണം. എന്നാലും വേണ്ടില്ല, ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തെത്തി കിട്ടിയാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൽ പിടിക്കും. അപ്പോൾ തിരുമേനി ഈ പുകല വലിയ കെട്ടൊക്കെ ആക്കി കക്ഷത്ത് വെച്ച് ചുടലയെ കൂടെ പോകുമ്പോൾ അവിടെ ചുടല ഭദ്രകാളി പ്രത്യക്ഷമായി തന്നെ. ചുടല ഭദ്രകാളി പറഞ്ഞാൽ ഭൂമി ആകാശവും മുട്ടുന്ന രൂപത്തിൽ ഭയങ്കര സത്വം. തിരുമേനി കണ്ടില്ലേ എന്നറിയില്ല, ശാന്തനായിട്ട് അദ്ദേഹം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഭദ്രകാളിക്ക് എന്നെ കണ്ടില്ലേയിരിക്കോ? ഭദ്രകാളിയെ കണ്ട ആരാ പേടിക്കാണ്ട? എന്താ സ്വരൂപം! ഒരട്ടഹാസാണ് ഭദ്രകാളി. ആരാ നെയ്യ് കേട്ടാ തന്നെ ഇട്ടി വെട്ടണ മാതിരി, കണ്ടാ പിന്നെ പേടിക്കാൻ പറയാനുമില്ല. ആരാ നെയ്യ് ചോദിച്ചപ്പോ തിരുമേനി ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. അങ്ങനെ ആകെ ഭയങ്കര രൂപം. അപ്പോ ആരാ ചോദിച്ചാൽ മര്യാദ പറയണല്ലോ. മുല്ലശ്ശേരിയാണ്, ഇല്ല പേരാ പറയാ, മുല്ലശ്ശേരിയാണ്. അപ്പം ഇങ്ങോട്ട് ചോദിച്ച അവസ്ഥയിൽ അങ്ങോട്ട് വന്ന് ചോദിക്കണ്ടേ? അപ്പോൾ മനസ്സിലായില്ല ഭദ്രകാളിയോട്. ഭദ്രകാളിക്ക് അത്ഭുതം, ഇവന്നെ കണ്ടിട്ടും പേടിക്കില്ലേ. ഞാൻ ചുടല ഭദ്രകാളിയാണ്. ഓ അതെയോ, എന്നാ കുറച്ച് അടുത്തേക്ക് വരിക. ചുടല ഭദ്രകാളി എന്ന് പറഞ്ഞപ്പോൾ അടുത്തേക്ക് വരിക. ഭദ്രകാളി പേടിച്ചു വന്നപ്പോൾ സംശയം. ഭദ്രകാളി അടുത്ത് ചെന്നു. ഉടനെ വെറ്റിലി അടയ്ക്കൊക്കെ എടുത്തിട്ട് മന്ത്രമൊക്കെ ജപിച്ച് പ്രസീത എന്ന് പറഞ്ഞ് വെച്ചു കൊടുത്തു. അതായത് ദേവതകളെ അല്ലെങ്കിൽ മഹാത്മാക്കളെ കണ്ടാൽ അവരെ നമസ്കരിക്കണം, അവരെ വന്ദിക്കണം, ഇതാണ് നിയമം. അപ്പോൾ ദേവതകളെ കണ്ട് അവരെ സന്തോഷിപ്പിക്കുക, അതാണ് വെറ്റിലി അടയ്ക്കൊക്കെ എടുത്ത് മന്ത്രമൊക്കെ ജപിച്ച് പ്രസീത സന്തോഷിക്കണം എന്ന് പറഞ്ഞ് വെച്ചു കൊടുക്കുകയാണ്. അപ്പം തൻ്റെ ഭക്തനായാലോ, തന്നെ സന്തോഷിപ്പിച്ചുവല്ലോ, ഇനിയിപ്പോൾ ദ്രോഹിക്കാൻ വയ്യ ഭദ്രകാളിക്ക്. അത് സ്വീകരിക്കാതെ കണ്ടിരിക്കാനും വയ്യ. മന്ത്രം ജപിച്ച് വെച്ചു കൊടുത്താൽ പിന്നെ നിവൃത്തിയില്ല. അത് സ്വീകരിച്ചു. എന്നാലും ഭദ്രകാളിക്ക് അത്ഭുതമായി. എന്നെ കണ്ടിട്ട് ഇവൻ ഒരു പേടിയുണ്ടായി. ചോദിച്ചു, അല്ല നിനക്ക് എന്നെ കണ്ടിട്ട് ഒരു പേടിയുണ്ടായില്ലേ ചോദിച്ചു. തിരുമേനി പറഞ്ഞു, ആദ്യ സാരം പേടിച്ചു, പിന്നെ ഭദ്രകാളിയെന്ന് അറിഞ്ഞപ്പോഴാ സമാധാനായത്. പിന്നെ എന്തിനാ ആദ്യ സാരം പേടിച്ചത്? പിന്നെ ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടറാണോന്ന് വിചാരിച്ചു. പുകല കക്ഷത്തുണ്ട്. എന്നാ ഈ മന്ത്രം കൊണ്ടൊന്നും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അതെ ഭദ്രകാളി വെച്ചാൽ സാരമില്ല, മന്ത്രം കൊണ്ട് സന്തോഷിപ്പിക്കാം. ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ എടുത്താൽ അത് പറ്റുമോ? അതാണ് ആദ്യ സാരം പേടിച്ചു. ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടറാണോ വിചാരിച്ചു. അതായത് മന്ത്രം കൈവശമുണ്ടെങ്കിൽ ഭയത്തിൻ്റെ ആവശ്യമില്ല. അതാണ് ബ്രാഹ്മണോ മമ ദൈവതം, ബ്രാഹ്മണനാണ് എൻ്റെ ദൈവം, ബ്രഹ്മജ്ഞാനിയായ ആൾ. അതാണ് ഇവിടെ ഈ സുദാമാവ് അതവിടെ കൃഷ്ണസ്യാസി സഖാ കശ്ചിത് ബ്രാഹ്മണോ, ബ്രാഹ്മണനായിരുന്നു. പോരാ, ബ്രഹ്മവിത്തമഹ, ബ്രഹ്മജ്ഞാനികളിൽ അഗ്രഗണ്യനാണ്. ഇനി അതിലും ഏതൊരു ബ്രഹ്മജ്ഞാനി ഇല്ല. എന്താ ഓരോരോ പദങ്ങളുടെ അർത്ഥഗാംഭീര്യം നോക്കിക്കോളൂ. പിന്നെ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു, വിഷയങ്ങളിലെല്ലാം പരമവിരക്തൻ. രക്ഷപ്പെട്ടില്ലേ? അതല്ലേ സാധിക്കേണ്ടത്. എല്ലാ ശാസ്ത്രങ്ങളും പറയണത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ, മനസ്സിനെ നിയന്ത്രിക്കൂ, ഇത് തന്നെ പറയണത്. ഒരു തവണ കോഴിക്കോട് അമൃതാനന്ദമയ മഠത്തിൽ ഗീതാജ്ഞാനയജ്ഞം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വാനിലാണ്. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാൾ ചോദിച്ചു, അല്ല മാഷെ, എല്ലാ ദിവസവും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നിങ്ങനെ പറയേണ്ട മാഷ, പിന്നെ എന്തിനുള്ളതായി ഇന്ദ്രിയങ്ങളെ ചോദിച്ചു? അതൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ചു വയ്ക്കാണ്. എനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ മറുപടി ഞാൻ നാളെ സ്റ്റേജിൽ പറയാം, എന്ന് എല്ലാവർക്കും കേൾക്കാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും അതന്നെ, ഗീതയിൽ ഏത് ശ്ലോകം എടുത്താലും ഒക്കെ തന്നെയാണ് ഇന്ദ്രിയങ്ങളും മനസ്സിൽ നിയന്ത്രിക്കേണ്ട കാര്യം. പിന്നെ എന്തിനുള്ളതാ ഇന്ദ്രിയം? അല്ല ചോദ്യമല്ലേ. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങളും ആർത്രാർത്ഥം ച ഭവാർത്ഥം ച ആത്മനേകൽപ്പനായ ച എന്ന ശ്രുതിഗീതയിൽ പറയേണ്ട ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ അനുഭവിക്കാനാണ്, അതിൽ യാതൊരു സംശയമില്ല. കണ്ണെന്തിനാ? നല്ല രൂപങ്ങൾ കാണാൻ. കാത് നല്ല ശബ്ദം കേൾക്കാൻ. എല്ലാ ഇന്ദ്രിയങ്ങളും വിഷയങ്ങൾ അനുഭവിക്കാനാണ്. വിഷയമൊന്നും അനുഭവിക്കേണ്ട പിന്നെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യമുണ്ട്. പക്ഷേ ഈ വിഷയങ്ങൾ അനുഭവിക്കാമെന്ന് വെച്ചാൽ എല്ലാ വിഷയവും ഇഷ്ടം പോലെ അനുഭവിക്കാൻ പാടില്ല. റോഡ് എന്തിനാ? വാഹനം ഓടിക്കാനും യാത്ര ചെയ്യാനുമാണ്. എന്ന് വെച്ചിട്ട് ഇഷ്ടം പോലെ വാഹനം ഓടിക്കാൻ പറ്റുമോ? അവിടെ 4 കൂടി ഓർത്തി ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ പോലീസ് നിൽക്കുന്നുണ്ട്, ഇങ്ങേപ്പറ കൊണ്ടുപോകണമെന്ന്. എന്തിനപ്പം ഇങ്ങേപ്പറ? എനിക്ക് ഇത് അങ്ങോട്ട് പോയാൽ അപ്പോൾ എളുപ്പമല്ലേ. ഇയാളെ ഇഷ്ടം പോലെ കാറും കൊണ്ടുപോയാൽ കാറും പോയി, അയാളും പോയി. അതിന് ട്രാഫിക് റൂൾസ് ഉണ്ട്. വാഹനം ഓടിക്കാനാണ് റോഡ്, യാതൊരു സംശയമില്ല. പക്ഷേ അതിന് ചില ട്രാഫിക് റൂൾസ് ഉണ്ട്. അത് ആ വഴിയിലൂടെ ഓടിക്കണം. അതുപോലെ
ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ അനുഭവിക്കാനാണ്. പക്ഷേ ചില ട്രാഫിക് റൂൾസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. വിഷയങ്ങൾ അനുഭവിക്കാനായിട്ട് ഗോവിന്ദച്ചാമിയുടെ മാതിരി കണ്ടതൊക്കെ എനിക്ക് അനുഭവിക്കാനാണെന്ന് പറഞ്ഞ് പിടിച്ചാൽ അവസാനം വധശിക്ഷ കിട്ടി. ഇതാണെന്ന് നടന്നു വരുന്നത്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ അനുഭവിക്കാനല്ല. ഈ ട്രാഫിക് റൂൾസ് ഒന്നും നിയമമൊന്നുമില്ല. ഇപ്പൊ വിവാഹം കഴിച്ചു ഒരു ആൾക്ക് ഒരു ഉണ്ണിയുണ്ടായി, അറിഞ്ഞില്ലേ നമ്മുടെ രാമൻകുട്ടി അച്ഛനായിരിക്കണം. നമുക്കൊക്കെ നന്നായി. എപ്പോഴാണ് നമ്മൾ കുട്ടിയെ കാണാൻ പോകേണ്ടത്? കണ്ട് കൺഗ്രാജുലേഷൻ പറഞ്ഞു, വളരെ സന്തോഷമായി കുട്ടിയെ കാണാൻ പോകുന്നു, എല്ലാവർക്കും സന്തോഷം. മറിച്ച് അറിഞ്ഞില്ലേ നമ്മുടെ സ്വാമിജിക്ക് ഒരു ഉണ്ണി ഉണ്ടായിരിക്കണം, എപ്പോഴാണ് കാണാൻ പോകേണ്ടതെന്ന് പറയോ? എന്തിനാ ഈ കഷായം പറ്റില്ല എന്ന് പറയിപ്പിക്കാനായിട്ട്? എന്താ ഇപ്പൊ ഇതൊക്കെ ഒരേ ഓർഡർ? എന്തപ്പോ ഇവിടെ കുഴപ്പമുണ്ടായത്? അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിലക്ഷ്മി പ്രസവിച്ചിരിക്കുന്നു, ഉണ്ണി ഉണ്ടായിരിക്കണം, അതിന് കുഞ്ഞിലക്ഷ്മിയുടെ കല്യാണം കഴിയണോ പ്രസവിക്കാൻ? അവള് കോളേജിൽ പഠിക്കല്ലേ? കോളേജിൽ പഠിക്കുമ്പോൾ കല്യാണവും കേട്ടില്ല, പ്രസവിച്ചു, ഒരു ഉണ്ണി ഉണ്ടായി, എപ്പോഴാ കുട്ടിയെ കാണാൻ പോകേണ്ടത് പറയാറുണ്ടോ? എന്തിപ്പോ കുഴപ്പം? വിവാഹം കഴിച്ചിട്ട് പുത്രോത്പാദനം ചെയ്യാന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. കാരണം ഈ പുത്രപൗത്ര പരമ്പര നിലനിൽക്കണം. പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാൻ അനന്തരാവകാശികൾ ഉണ്ടാകണം. പിതൃഋണം, പിതൃക്കളോടുള്ള കടം വെട്ടാനാ പുത്രോത്പാദനം ചെയ്യണത്. അത് കടമയാണ്. അതിന് അയാളെ പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. മറിച്ച് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഓരോരോ കുട്ടികളുണ്ട്, ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ ഉണ്ടാവാതെ ആരാ അനുമോദിക്കുക? അവിടെ ട്രാഫിക് റൂൾസ് തെറ്റിച്ചു. അപ്പം അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ളത് അർഹിക്കുന്നത് അനുഭവിച്ചോളൂ, ആരും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഭാരതപ്പുഴയിലെ വെള്ളം മുഴുവൻ ഞാൻ കുടിക്കണം എന്ന് ഒരാൾ വിചാരിച്ചാൽ നടപ്പുള്ള കാര്യമാണോ? അതിനൊരു പരിമിതിയില്ലേ? നമുക്ക് അർഹതയുള്ളത് അനുഭവിച്ചോളൂ, അതേ പാടുള്ളൂ എന്നായി പറയണത്. അപ്പൊ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ, അതാണ്. എന്താ വാക്കുകള്! ശാന്തനാണ് സുധാമാവ്. നമ്മൾക്കില്ലാത്തതും അതാ, മനസ്സിന് സമാധാനം മാത്രമല്ല. ശേഷിച്ചൊന്നുമില്ലാതെ വെച്ചുട്ടിയമ്മയോട് ചോദിക്കുക, സുഖം തന്നെയല്ലേ എന്നും പറയണ്ട കുഞ്ഞുമാളോ. ഒരു നിമിഷം സ്വൈരമില്ല, മനസ്സിനൊരു സമാധാനമില്ല. എന്നാ പോരെ? എല്ലാണ്ട് മക്കളൊക്കെ ഗൾഫിൽ ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷെ മനസ്സിന് സമാധാനമില്ല. എന്താ ഈ സമാധാനക്കേട്? പിന്നെ എന്തിനാ ഇതൊക്കെ സമ്പാദിച്ചത്? എല്ലാം ഉണ്ടായിട്ടും മനസ്സിന് ശാന്തിയില്ല. കാരണം എന്താ? ഇന്ദ്രിയങ്ങളും മനസ്സും നിയന്ത്രിക്കാൻ വയ്യ, അതന്നെ കാരണം. ഇനി എല്ലാം ഉണ്ടായാലും ഇതിനേക്കാളധികം പുത്തൻ വീട്ടുകാർക്ക് സ്വത്തുണ്ടായ കണ്ണുകടി സഹിക്കണില്ല, നെഞ്ഞു നീറുക. അവിടെ അവൻ്റെ നമ്മുടെ വീടിനേക്കാൾ ഒരു നില ഒന്നിച്ചിരിക്കുകയാണ് അവൻ, അപ്പോഴേക്ക് നെഞ്ഞു നീർന്നു. ആലോചിച്ച് നോക്കൂ. അതായത് ഇന്ദ്രിയങ്ങളും മനസ്സും നിയന്ത്രണത്തിലല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ പിടിയിലായാലും അയാൾക്ക് ശാന്തി ഉണ്ടാവില്ല. എന്താ ഈ ശാന്തി എന്ന് പറഞ്ഞാൽ ശാന്ത ഇതി കഥ്യത, അയാളാണ് ശാന്തൻ. ആര്? ശ്രുത്വാ സ്പൃഷ്ട്വാച ഭുക്വാച ദൃഷ്ട്വാ ജ്ഞാത്വാ ശുഭാശുഭം ന ഹൃഷ്യതി ഗ്ലായതിയ സ ശാന്ത ഇതി കഥ്യതി. അയാളാണ് ശാന്തൻ. ന ഹൃഷ്യതി, അയാൾ വല്ലാണ്ട് സന്തോഷിക്കുന്നുമില്ല, ഞാൻ ഗ്ലായതി വല്ലാണ്ട് ദുഃഖിക്കുന്നുമില്ല. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും. ശ്രുത്വ, കേട്ടാൽ ചില വാർത്തകൾ കേട്ടാൽ നമ്മൾ പരിഭ്രമിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ മകനല്ലേ അപ്പൂട്ടൻ? അതെ. അറിഞ്ഞില്ലേ? അറിഞ്ഞില്ല. എന്താ പറ്റിയത്? അവനെന്താ പറ്റിയത്? അല്ല, മോട്ടോർ ബൈക്ക് പറഞ്ഞു, ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോഴേക്ക് അങ്ങോട്ട് പരിഭ്രമായി, അയ്യോ എൻ്റെ കുട്ടിയെ ബൈക്ക് അപകടം പറ്റി, എന്തായാലും പറ്റും അറിയില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നാ കേട്ടത്. ഓട്ടി നമ്മളെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ നമ്മുടെ അപ്പൂട്ടനല്ല, വേറൊരു അപ്പൂട്ടനാ. സമാധാനായി. നോക്കണം, ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി. നളനോട് നാരദര് വന്നിട്ട് പറയാണ്, അതിസുന്ദരിയായിട്ടൊരു കന്യക, കുണ്ടീന പുരിയിലുണ്ടോ സുന്ദരി ദമയന്തി കന്യക രത്നം അവളിൽ വൃന്ദാരകന്മാർക്കും മോഹം. കുണ്ടിനപുരിയിൽ അത്യസുന്ദരിയായിട്ട് ദമയന്തി എന്നൊരു കന്യകയുണ്ട്. ദേവന്മാര് പോലും അവളെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കരുത്. രത്നങ്ങളൊക്കെ രാജാവിന് അവകാശപ്പെട്ടതാണ്. യജ്ഞമേ ദേവകൾക്കുള്ളൂ. ദേവന്മാർക്ക് യജ്ഞങ്ങളാണ്. അതുകൊണ്ട് അവളെ സമ്പാദിക്കാൻ നീ ശ്രമിക്കണമെന്ന് നാരദർ പറഞ്ഞ 3 ലോകത്തിലും പോയി വരുന്ന ആളാ. എന്നിട്ട് ഇങ്ങനെ ഒരു കന്യക അതിസുന്ദരി ഉണ്ടെന്ന് പറയുമ്പോൾ 3 ലോകത്തിലും ഇതുപോലെ സുന്ദരി ഇല്ല എന്നല്ലേ അർത്ഥം?
നളൻ സമാധാനമായിട്ടിരിക്കാറുന്നു. പാവം ആ നിമിഷം മുതൽ സ്വൈരക്കടായിൽ ഒരു വാർത്ത, ആ സുന്ദരി അവിടെ ഇരുന്നോട്ടപ്പം എനിക്ക് വേണ്ടച്ച കഴിഞ്ഞില്ലേ, തോന്നില്ലല്ലോ. എങ്ങനെ അവളൊരു വിവരറിയിക്കാന്നായി. അങ്ങനെ അന്വേഷിച്ചു, ഹംസത്തിനെ പിടിച്ചു പറഞ്ഞയച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് തടങ്ങി നരകം. എൻ്റെ ഈശ്വര, എന്തൊക്കെ ദുരിത. ആ സ്വയംവരത്തിന് പോകുമ്പോഴേ കുറേ വിഷമ ദേവന്മാർ വന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യണം. ഞങ്ങൾ 4 ദേവന്മാർ അവളെ സ്വയംവരത്തിന് വരികയാണ്, ഞങ്ങളിൽ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് അവളോട് പറയണമെന്ന്. ദമയന്തിയോടെ നളനോടാ പറയണത്. അയാൾ മോഹിച്ചിട്ട് പോവാണ്. എന്നിട്ട് തിരസ്കരണീ വിദ്യ പറഞ്ഞു കൊടുത്തു. ആരും കാണാതെ അവളെ കാണാനുള്ള വിദ്യ പറഞ്ഞു കൊടുത്തു. അവിടെ പറഞ്ഞില്ലെങ്കിൽ ഇവർ ശപിക്കും. അവളെ പോയി പറഞ്ഞു. പക്ഷെ ആ ദമയന്തി പറഞ്ഞു, ഞാൻ മനസ്സുകൊണ്ടൊരാളെ വരിച്ചു പോയി, എനിക്ക് നിവൃത്തിയില്ല. ആരെ ചോദിച്ചു? നളനെയാണ് പറഞ്ഞു. കുറേ സമാധാനമായി തിരിച്ചു വന്നു. അങ്ങനെ നളന്റെ സ്വയംവരം കഴിഞ്ഞു. പിന്നെ കലിയൊക്കെ പാടെ വന്ന് പുഷ്കരനെ ചൂടാക്കി ചൂത് കളിച്ച് സർവസ്വം നഷ്ടപ്പെട്ടിട്ട് നളനും ദമയന്തിയും കാട്ടിൽ പോയി. ആഭരണങ്ങളും കിരീടം ഒക്കെ ഉപേക്ഷിച്ച് ഒരു വസ്ത്രം മാത്രം ധരിച്ചിട്ട്, എന്നിട്ട് പക്ഷികളെ പിടിക്കാൻ വേണ്ടി വസ്ത്രം ഇങ്ങനെ വീശിയപ്പോൾ അത് വേറൊരു പക്ഷി കൊത്തിക്കൊണ്ടേ. ഇപ്പൊ വസ്ത്രവും പോയി. അവസാനം നടക്കാൻ പറ്റുമോ? രാത്രി ഭാര്യ കിടന്നുറങ്ങുമ്പോൾ ആ ചേലയിൽ നിന്നൊരു തുണി കഷ്ണം കീറിയിട്ട് ഉടുത്തിട്ട് ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോവാണ്. എന്താ പിന്നീടുള്ള കഥ ആലോചിച്ച് നോക്കുമോ? നളചരിതൊക്കെ രാവിലെ 5 മണിക്ക് ആ ടി വിയിലുണ്ട്, കാണണം എന്നുള്ളവർ കാണും. ഞാനത് പറ്റിയ സൗകര്യം കിട്ടിയാൽ കാണാറുണ്ട്. ഗോപിയാശാൻ്റെ നളനൊക്കെയാണ്, കാണേണ്ടത് തന്നെയാണ്. അവസാനം പറയണ്ട, ഞാൻ 2 ദിവസം മുമ്പ് കണ്ടത്, അവൾ എന്നെ വിശ്വസിച്ച് വന്നു, എനിക്ക് എന്നെ രക്ഷിക്കാൻ വയ്യ, അവൾ നീ എന്നെ നമ്മളെ 2 ആളെയും രക്ഷിക്കണം എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് ഉപേക്ഷിച്ച് പോവുകയാണല്ലോ. എന്തൊക്കെ ദുഃഖ പിന്നീട് അനുഭവിച്ചത്. ദമയന്തി എന്തൊക്കെ ദുഃഖിച്ചു, നളൻ എത്ര ദുഃഖിച്ചു. ഇതൊക്കെ എന്താ കാരണം? ഒരു നാരദരുടെ ഒരൊറ്റ ഏഷണിയല്ല, അവിടെ അതിൽ സുന്ദരിയുണ്ട്. കേട്ട മനസ്സിളകാൻ ഞാൻ കുഴപ്പമില്ല. ശ്രീരാമകൃഷ്ണ മനസ്സിലോട്ട് പോയിട്ട് പറയും, സുന്ദരിയായിട്ട് ഒരു സ്ത്രീയുടെ പറഞ്ഞാൽ ഭ്രമിക്കുമോ? വിവേകാനന്ദനോട് പറഞ്ഞാൽ ഭ്രമിക്കുമോ? ആ നിയന്ത്രണം വേണം. ശ്രുത്വ, കേട്ടാൽ ഭ്രമിക്കരുത്, ക്ഷോഭിക്കരുത്. ന ഹൃഷ്യതി ഗ്ലായതി, ഇതാണ്. പിന്നെ അതുപോലെ സ്പൃഷ്ട്വ ഭുക്തുവ, അനുഭവിച്ചാൽ, ഒരു തവണ അനുഭവിച്ചാൽ പിന്നെ അത് അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ അവസ്ഥ. ഒരു കാരണവർ മരുമകനെ ഇംഗ്ലണ്ടിൽ പറഞ്ഞയച്ച് പഠിപ്പിച്ചു. പണ്ട് മരുമക്കത്തായാണ് നായന്മാർക്ക്. അപ്പം മരുമക്കളോട് വലിയ സ്നേഹം. ഒരു മരുമകനെ ഇംഗ്ലണ്ടിൽ പറഞ്ഞയച്ച് പഠിപ്പിച്ച് 4 കൊല്ലം പഠിച്ചു, വലിയ ഡിഗ്രി എടുത്തു വന്നു. പഠിച്ച് ഡിഗ്രി എടുത്ത് മരുമകനാണെങ്കിലും ഞെളിഞ്ഞു നടക്കുന്നത് കാരണവരാണ്, അമ്മാമനാണ്. കാരണം ഇവിടെ എത്ര തറവാട്ടുകാരുണ്ട്, ഒരാൾക്ക് പറ്റിയോ ഇംഗ്ലണ്ടിൽ പറഞ്ഞയച്ച് പഠിപ്പിക്കാൻ? എനിക്കല്ലേ പറ്റിയുള്ളൂ. അത് അയാളുടെ കേമത്തം. പക്ഷെ പഠിച്ചു വന്നപ്പോൾ വേറെയും ചിലതൊക്കെ പഠിച്ചു വന്നു. വൈകുന്നേരമായ നമ്മൾ ചുക്കവെള്ളം കുടിക്കുക, അവർ വേറെ ചില വെള്ളം കുടിക്കുക. അവിടെ വൈകുന്നേരമായ അവൻ്റെ മുറിയിലെ സോഡക്കുപ്പിയുടെ ശബ്ദം, ഗ്ലാസിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി. കാരണം അവർക്ക് പരിഭ്രമായി. കാര്യം ഇപ്പം ഇവൻ ഈ നാട്ടിലില്ല ഇതുപോലെ പഠിപ്പുള്ള ആൾ. പക്ഷേ ഈ ലഹരി പദാർത്ഥങ്ങൾ ഈ വലിയൊരു തറവാട്ടിൽ കയറ്റാൻ പാടുമോ? 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കാരണവർക്ക് സഹിച്ചില്ല. മരുമകനോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയട്ടെ, നല്ലോളം പഠിപ്പുള്ളവർ ഈ നാട്ടിലില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ. എന്താ അമ്മാമ്മ ചോദിച്ചു. വൈകുന്നേരമായ എൻ്റെ കൂട്ടുകാളികൾ വന്നിട്ട് അവിടെ ഓടക്കുപ്പിയുടെ ശബ്ദവും ഗ്ലാസിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ തറവാട്ടിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലേ ലഹരി പദാർത്ഥങ്ങളെ, അതുകൊണ്ട് അത് പറ്റില്ല കേട്ടോ, അത് നിർത്തണം. അമ്മാമന് നിർബന്ധമാണോ ചോദിച്ചു. നിർബന്ധമാണ് പറഞ്ഞു. ഈ ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ്. ശരി, അമ്മാമയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർത്താം. പക്ഷേ അമ്മാമ 4 കൊല്ലം കൊണ്ട് ശീലിച്ചതാണ്, പെട്ടെന്നൊരു ദിവസങ്ങൾ നിർത്താൻ പറ്റുമോ? ഒരു 3 ദിവസത്തെ സമയം തന്നൂടെ ചോദിച്ചു. വിരോധമില്ല, 3 ദിവസം കഴിഞ്ഞാലെങ്കിൽ ഇവൻ നിർത്തുമല്ലോ. അത് മാത്രം പോരാ പറഞ്ഞു, 3 ദിവസം അമ്മാമന് ഞങ്ങളുടെ കൂടെ കുടിക്കണം. നല്ല കഥയേ. കാരണം ഒരു ജീവിതത്തിൽ ഇതൊന്നും കഴിച്ചിട്ടില്ല. എന്നാലെങ്കിലും ഇവൻ നിർത്തുമല്ലോ, വരുന്നത് വരട്ടെ വിചാരിച്ചു. പാവം ഇത് കുടിക്കുമ്പോൾ പേടിയുണ്ട, ഭ്രാന്താവുമോ, തോന്നിയതൊക്കെ വിളിച്ച് പറയും ലഹരിയിൽ. അങ്ങനെ വല്ലതും വരുമോ, ദുസ്വാദുണ്ടോ, ഒന്നും അറിയില്ലല്ലോ. ഇത് ഈ ചാരായം കലക്കിയതൊന്നും അല്ല, ഫോറിൻ സാധനമല്ലേ. കാരണം ഒരു മൂക്കൊക്കെ പൊത്തിയിട്ടാണ് പാവം ആദ്യത്തെ ദിവസം കുടിച്ചത്. അത്ര ദുർഗന്ധമൊന്നുമില്ല. പിന്നെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഭ്രാന്താവോ എന്നാണ്. അതും വലിയ കുഴപ്പമൊന്നുമില്ല. സമാധാനമായി. ഇനി 2 ദിവസം കൂടി ഒപ്പിച്ചാൽ മതിയല്ലോ. 2ാമത്തെ ദിവസം ആയപ്പോഴേക്കും മൂക്ക് പൊത്താൻ മാത്രമേ, അത്ര ദുർഗന്ധമൊന്നുമില്ല. ഇപ്പതേ ഭ്രാന്തും ആവണില്ല. അങ്ങനെ 3 ദിവസം കാരണവരും ഒപ്പിച്ചു. 4ാമത്തെ ദിവസം മരുമകൻ പറഞ്ഞു, ശരി അമ്മാമ വാക്ക് പാലിച്ചു, അപ്പം ഞാനും വാക്ക് പാലിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ കുടി നിർത്തി പറഞ്ഞു. കാരണവർ പറഞ്ഞു, നീ നിർത്തുകയാണെങ്കിൽ നിർത്തിക്കോ, ഞാൻ ഏതായാലും നിർത്തണില്ല പറഞ്ഞു. 3 ദിവസത്തെ പരിചയം കൊണ്ട് ഭുക്കുതുവ അനുഭവിച്ചപ്പോൾ ഇനി അത് വിടാൻ വയ്യാ തോന്നുക. അങ്ങനെയാൽ എങ്ങനെ മനസ്സിന് ശാന്തി ഉണ്ടാവുക?
കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും ഒന്നും മനസ്സ് പതറരുത്. ദൃഷ്ട്വാ, കണ്ടാൽ. ദുഷ്യന്ത മഹാരാജാവ് നായാട്ടിന് വന്നപ്പോൾ ശകുന്തളയെ കണ്ടു, ശകുന്തള ദുഷ്യന്തനെയും കണ്ടു, കഴിഞ്ഞു. പരസ്പരം 4 ആംഖം 4 ഹോ ഗയി പറയും ഹിന്ദിയിൽ. 4 കണ്ണ് ഒപ്പം കണ്ടുമുട്ട, പിന്നെ കഴിഞ്ഞു. പിന്നെന്തായി? പിന്നെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിഞ്ഞു. ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് മൂപ്പര് പോയി. ഇവിടെ ശകുന്തള ഗർഭിണിയായി. കണ്ണു മഹർഷി ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഗർഭിണിയായ ശകുന്തളയെ വലിയ സന്ദേശമൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നിട്ട് ഗർഭിണിയായ ശകുന്തള കാശ്യപാശ്രമക്കാട്ടിൽ പ്രസവിച്ചു. എന്തൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും! എന്താ, 1 മിനിറ്റ് കണ്ടു. ഇന്നിപ്പോൾ അതല്ലേ ലോകത്ത് നടക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരുത്തൻ മോട്ടോർ ബൈക്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. എൻ്റെ കൂടെ വരുന്നോ വരാലോ, അപ്പോഴേക്ക് 100 എണ്ണം ഇറങ്ങിപ്പോവാൻ തയ്യാറായിട്ട് നിൽക്കുക. എന്നിട്ട് അവസാനം 2 ആളും കൂടെ ഒരു കയറുമ്പോൾ തൂങ്ങി മരിച്ചു, വിഷം കുടിച്ചു. കാണുമ്പോഴേക്ക് അച്ഛനും അമ്മയും കോളേജിൽ പറഞ്ഞയച്ചത് ഇതിനെ വരനെ കണ്ടുപിടിക്കാനാ അല്ലെങ്കിൽ വധുവിനെ കണ്ടുപിടിക്കാനാ. ഇതൊന്നും ചിന്തയില്ല, ലക്ഷ്യബോധമില്ലാതെ പോകുന്നു നമ്മുടെ വിദ്യാഭ്യാസം. അതപ്പതിക്കുന്നു. അതാണ് കാണുമ്പോഴേക്ക് ഭ്രമിച്ചു, നരകമാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെ കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും നഹൃഷ്യതി ഗ്ലായതി, മനസ്സ് സന്തോഷം കൊണ്ട് മതി മറക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല. അങ്ങനെ വന്നാൽ സ ശാന്ത ഇതി കഥ്യത, അയാളാണ് ശാന്തൻ. ഇവിടെ സുദാമാവ് പരമശാന്തനാണ്. അതാണ് ഓരോരോ പദങ്ങളും ആ ഭാഗവതത്തിൽ. എന്താ? പ്രശാന്താത്മാ, പ്രശാന്താത്മാവാണ് അദ്ദേഹം, ശാന്തനാണ്. ജിതേന്ദ്രിയ, കാരണം ജിതേന്ദ്രിയനാണ്. അതന്നെ കാരണം. മനസ്സിന് ശാന്തി നിങ്ങൾക്ക് വേണോ? നമുക്കൊക്കെ കിട്ടും ഇത്. ഇന്ദ്രിയങ്ങൾ നമ്മുടെ പിടിയിലാവണം. അവയെ വെറുതെ അഴിച്ചു വിടരുത്. കണ്ടോടത്തേക്കൊക്കെ വിട്ട നരകമായിരിക്കും ഫലം. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാഞ്ഞാൽ കുടുങ്ങിൽ. അതല്ലേ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സ്തുതിക്കുമ്പോൾ പറയുന്നത്? ഭഗവാനെ ജിഹ്വൈകതോച്യുത വികർഷതിമാവിതൃപ്ത ശിശ്നോന്യത തുകുതരം ശ്രവണം കുതശ്ചിത് ഘ്രാണോന്യത ചപലദൃക്വച കർമ്മശക്തി ബഹ്യസപത്നൈവ ഗേഹപതിം ലുനന്തി. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ഞങ്ങൾ കുടുങ്ങണമല്ലോ. പ്രഹ്ലാദന് സാധിക്കാഞ്ഞിട്ടല്ല, നമ്മുടെ പ്രതിനിധിയായിട്ട് പ്രഹ്ലാദൻ പറയാണ്. നാവ് എവിടെ നല്ല ഭക്ഷണമുള്ളത് അങ്ങോട്ട് പിടിച്ചു വലിക്കുക, കണ്ണ് എവിടെ നല്ല കാഴ്ചകളുള്ളത് അങ്ങോട്ട് പോവുക, ചെവി എവിടെ ഗാനമേളുള്ളത് അത് കേൾക്കാൻ പോവുക. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളെ ഓരോ ദിക്കിലേക്ക് പിടിച്ചു വലിക്കുന്നു. ഏതുപോലെ ബഹ്യസപത്നൈവ, അനേകം ഭാര്യമാരുള്ള ഒരു ഭർത്താവിൻ്റെ അവസ്ഥയാണ് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ. വിവാഹം കഴിക്കാത്ത ഒരാളോട് ആളുകളൊക്കെ നിർബന്ധിച്ചപ്പോൾ കല്യാണം കഴിച്ചു. അയാൾ രാവിലെ വെച്ചതിന് ഉച്ചയ്ക്കും കഴിക്കും, വൈകുന്നേരം കഴിക്കും. എന്തിനാ ഇതൊരു കല്യാണം കഴിച്ചൂടെ? പലരും നിർബന്ധിച്ചപ്പോൾ പ്രാരബ്ധം വേണ്ട വെച്ചിട്ട് കഴിക്കാതെ കഴിച്ചപ്പോൾ തരക്കടൊന്നുമില്ല. നല്ല ചൂടുള്ള ഭക്ഷണം, വസ്ത്രമൊക്കെ അലക്കി തേച്ച് വെക്കും. പനി വന്നപ്പോൾ അവൾ നെറ്റിയിമ്പിൽ കൈ വെച്ച ചന്ദനമൊക്കെ ചാലിച്ച ഒക്കെ നല്ല എന്തൊരു ശുശ്രൂഷയാ. വാസ്തവത്തിൽ സുഖം തന്നെയാണ് കേട്ടോ. എന്താ കാരണം? കല്യാണം കഴിച്ചു. ഇതിൻ്റെ മുമ്പ് ഈ സുഖം ഉണ്ടായിട്ടുണ്ടോ? ഇത് രാവിലെ വെച്ച തന്നെ ഉച്ചയ്ക്കും കഴിക്കുക. അച്ചാറും മോരും മാത്രമാണ് എന്നും ഭക്ഷണം. നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അവൾ നല്ല ചൂടുള്ള നല്ല കറികൾ വെക്കുക, അത് സ്നേഹമായിട്ട് വിളമ്പിത്തരിക, വസ്ത്രമൊക്കെ അലത്തിക്ക് തേച്ച് വെക്കുക, പിന്നെ അതുപോലെ ശുശ്രൂഷ, പരമസുഖം. പണ്ടില്ലാത്തൊരു സുഖപ്പല്ലി. എന്താ കാരണം? കല്യാണം കഴിച്ചു, അതിനെ ഭാര്യ വന്നു. അപ്പം അയാൾക്കൊരു ചിന്ത വന്നു, ഒരു ഭാര്യ ഉണ്ടായിട്ട് ഇത്ര സുഖം ഉണ്ടെങ്കിൽ 2 ഭാര്യ ഉണ്ടായാൽ അത്ര സുഖം ഉണ്ടാവും. അങ്ങനെ ഇയാളൊരു 4 കല്യാണം കഴിച്ചാൽ എന്താവും അയാളുടെ സുഖം ആലോചിച്ച് നോക്കൂ. 4 വേട്ട നമ്പൂരി നടിമിറ്റത്ത് കിടക്കെന്ന് പറയും. 4 വേളി കഴിച്ചാലേ ഒരാളെടുത്ത് പോയാൽ 3 ആൾ കൊടുവാളെടുത്തിട്ടാണ് നിൽക്കണം. അവളെടുത്തെങ്ങാനും പോയാൽ കാല് ഞങ്ങൾ തല്ലി പിടിക്കും. അവസാനം തിരുമേനി നടിമിറ്റത്ത് കിടക്കുക. ഭാര്യമാർ ഒരാൾ തെക്കണിയിലെ, ഒരാൾ വടുക്കണിയിലെ, ഒരാൾ കിഴക്കണിയിലെ, ഒരാൾ പടിഞ്ഞാറ്റിയിലെ. എൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ അവളുടെ അടുത്ത് പോയാൽ കൊടുവാളുമായിട്ട് നിൽക്കുക. സമാധാനം ഉണ്ടാവുമോ? ആലോചിച്ച് നോക്കൂ. അപ്പോ ഒരു കള്ളൻ ഒരു തവണ ഒരു വീട്ടിൽ കയറിയത്രേ. മോഷ്ടിക്കാൻ പകൽ കയറിയിട്ട് അട്ടത്ത് കയറിയിരുന്നു. വാതിലൊക്കെ അടച്ച് കിടന്നാൽ ഇയാൾക്ക് എല്ലാവരും ഉറങ്ങിയ വാതിൽ തുറന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകാനോ വിചാരിച്ചിട്ട് ഒരു ഇല്ലാണ് തിരുമേനിയുടെ 2 വേളി കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആത്തന്മാർ ചോട്ടില്ല, മറ്റേ ആത്തന്മാർ മുകളിൽ, അങ്ങനെ 2 ദിക്കില്ല. അപ്പം തിങ്കളാഴ്ച പെട്ടെന്ന് ചൊവ്വാഴ്ച ടൈം ടേബിളൊക്കെ ഉണ്ട്. അലോഗ്യാവരുതല്ലോ വെച്ചിട്ട് ആ വീട്ടിലാണ് ഈ കള്ളൻ കയറിയത്. അപ്പം തിരുമേനി എവിടേക്കോ വിരുന്ന് പോയിരിക്കുക. അപ്പോൾ ഓരോരുത്തർ കണക്കാക്കുക, തിങ്കളാഴ്ച എൻ്റെ അടുത്താണ്, ചൊവ്വാഴ്ച വെച്ചാൽ അവളെടുത്താണ്. അങ്ങനെ ഓരോരുത്തർ ഡേറ്റ് നോക്കി എന്നാ അപ്പോൾ വരികയെന്നറിയില്ല. ആ ദിവസമാണ് കള്ളൻ കയറിയത്. കള്ളൻ കയറി ഇവർ 2 ആളും കിടന്നുറങ്ങി. അപ്പോൾ തിരുമേനി സ്ഥലത്തില്ല. മെല്ലെ അട്ടത്തുനിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ചെറിയ മുടുകവിളക്കാണ്. ആ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ മോഷ്ടിക്കാൻ പറ്റിയതൊന്നും കാണാനില്ല. അപ്പോൾ ഒരു കോണി കണ്ടു. ആ മുകളിൽ പോയി നോക്കാൻ മോഷ്ടിക്കാൻ പറ്റിയത് വല്ലതുകൊണ്ട്. കോണി അപ്പം ഈ ആത്തന്മാർ ഉറങ്ങിയിട്ടില്ല, പുതപ്പുണ്ട്. ഈ
വാതിൽ തുറക്കണം, ഇയാൾ തുറന്നു വയ്ക്കുക വാതിൽ തുറക്കണ ശബ്ദം കേട്ടപ്പോൾ തിരുമേനിയാണ്, ഭർത്താവാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഉറങ്ങി കഴിഞ്ഞ് അവളുടെ അടുത്തേക്കോട്ടെ പോകുന്ന ഇവിടെ കിടക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് ഉറക്കം നടിച്ച് കിടന്ന് ഉറങ്ങിയിട്ടില്ല. കാൽ പെരുമാറ്റം ഇങ്ങനെ കാണുന്നുണ്ട്, ഭർത്താവാന്നാണ് വിചാരിച്ചത്. അപ്പം അയാൾ മെല്ലെ കോണി കയറുന്ന കണ്ടപ്പോൾ യമ്മങ്ങട്ട് ചാടി. അത് മനസ്സിലിരിക്കട്ടെ പറഞ്ഞു, ഭർത്താവാന്നാണ് വിചാരിച്ചത്. കാലും കിട്ട് പിടിച്ചു. എനിക്കറിയാം ഞാൻ ഉറങ്ങിയാൽ നിങ്ങൾ മുളയ്ക്ക് കയറുന്ന. അപ്പോഴേക്ക് ഇത് കേട്ടപ്പോൾ മുകളിലുള്ള ഭാര്യ ഉണർന്നു. അയമ വന്നിട്ട് ഇഷ്ടമാണെങ്കിൽ ഇങ്ങോട്ട് പോന്നിട്ട് നീ ആരാ ചോദിച്ചിട്ട് കൈ പിടിച്ചിട്ട് മേപ്പെട്ടൊരു വലി, ഇവള് കാല് പിടിച്ച് കീഴ്പ്പെട്ടൊരു വലി. ഇങ്ങനെ ഇവര് ബലാബലം നോക്കുക. ഇയാള് കോണിമ്പൂക്കോട്ടെ കട്ടക്കടാ തോലൊക്കെ പോയി. രണ്ടാള് ശക്തിയായിട്ട് ഇഷ്ടാച്ച ഇങ്ങോട്ട് പോന്നോട്ടെ പറഞ്ഞു മേപ്പെട്ട, ഇവള് ഇങ്ങോട്ട് പോരട്ടെ. ഇയാളാകെ കുഴങ്ങിയില്ലേ. അപ്പോഴാണ് ഭർത്താവ് വരുന്നത്. ഭർത്താവ് വാതിൽ വന്നു നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ മേപ്പട്ടും പിടിച്ചിട്ടും കീഴ്പ്പെട്ട് പിടിച്ചു. രണ്ടാള് വിചാരം ഇത് തിരുമേനിയാണെന്നാണ്. തിരുമേനിയെ കണ്ടപ്പോൾ പിന്നെ ഇതാരാന്നായി നോക്കുമ്പോൾ ഇത് കള്ളനാണ്. അപ്പോഴേക്ക് ബഹളം വെച്ചു. നാട്ടുകാരൊക്കെ ഓടിക്കൂടി പിടിച്ചു. അത് രാജാവിൻ്റെ ഭരണം. ഇയാളെ പിടിച്ച് രാജാവിനെ ഏൽപ്പിച്ചു. രാജാവിന് ചീത്തത്തല്ലേ, തൻ്റെ രാജ്യത്തൊരു കള്ളൻ വളർന്നു വരുന്നു, രാജാവിന് മോശമല്ലേ. രാജാവിന് കലശലായിട്ട് ചുണ്ടി വന്നു. എൻ്റെ രാജ്യത്തെ മോശമാണ്, അതിനെന്താ ശിക്ഷ നിനക്കറിയോ ചോദിച്ചു. അയാൾ പറഞ്ഞു എന്ത് ശിക്ഷ തന്നാലും, വധശിക്ഷ തന്നാലും വിരോധമില്ല, 2 കല്യാണം കഴിക്കാൻ പറയരുതേ എന്ന് പറഞ്ഞു. കാരണം ഇയാളിപ്പോൾ അനുഭവിക്കേണ്ടത് അപ്പം ഇയാൾ അനുഭവിച്ചതേ കള്ളനെ. അപ്പം എന്തും അനുഭവിക്കാൻ 2 കല്യാണം കഴിക്കാൻ പറയും. അതായത് 2 ഭാര്യമാരുണ്ടായാലത്തെ കഥ. അതുപോലെയാണ് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വയ്യാത്ത ഒരാളുടെ അവസ്ഥ. അനേകം ഭാര്യമാരുള്ള ഒരു ഭർത്താവിൻ്റെ അവസ്ഥയാണ്. എന്തൊക്കെ ഓരോരോ വാദങ്ങളും എടുത്ത് പറയുകയാണെങ്കിൽ ഒരു 5 മണിക്കൂർ പറഞ്ഞാൽ തീരില്ല കുശാലവൃത്തം. അത്ര ക്ഷേമമാണ്. പക്ഷെ നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ. ചുരുക്കി പറയാ, ഇവിടെ ആ കുചേലൻ്റെ കഥ നമ്മൾ എത്രയോ തവണ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പതിവ്രത നോക്കണം. പതിവ്രതയാണ് ഇവളെ. പതിവ്രത എന്നൊക്കെ പറഞ്ഞാൽ വിസ്തരിച്ച് പറയേണ്ട കഥയാണ്. പാതിവ്രത്യം. ആർത്താർത്തേ മുദിതേ ഹൃഷ്ട. ഭർത്താവിന് ദുഃഖമായാൽ ഭാര്യയ്ക്ക് ദുഃഖമായി, ഭർത്താവിന് സന്തോഷമായാൽ ഭാര്യയ്ക്ക് സന്തോഷമായി. മൃതേ മ്രിയേതയാ നാരി ശാസ്ത്രീജ്ഞേയ പതിവ്രത. ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞാൽ അപ്പ വീണ് മരിക്കും. അതാണ് പാതിവ്രത്യം. ഭർത്താവിൻ്റെ സുഖമാണ് തൻ്റെ സുഖം, ഭർത്താവിന് ദുഃഖമാണ് തൻ്റെ ദുഃഖം. അതാണ് പതിവ്രതകളുടെ ലക്ഷണം. ഇപ്പം അങ്ങനെ തന്നെയല്ലേ? അതൊക്കെ പറയേണ്ട കഥ. ഭർത്താവ് എന്ത് ദുഃഖിച്ചാലും എൻ്റെ കാര്യം വെടുപ്പായിട്ട് നടന്നാൽ മതി എന്നാണ്. അങ്ങനെയൊക്കെ വരരുത്. അപ്പോൾ അതാണ് പതിവ്രത. ഓരോ പദങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് പ്രയോഗിച്ചിരിക്കുക ഇവിടെ. ചുരുക്കി പറഞ്ഞാൽ എന്തിനാ ഇത് വായിക്കണം? ഇത് ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകും, എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനാവെന്ന് പറയാം. അപ്പം നമ്മൾക്ക് ആവശ്യം എന്താ? ഭക്തി ഉണ്ടാവുക. അതിന് സൽക്കഥകൾ കേൾക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഇനിയിപ്പോൾ സഹസ്രനാമ അർച്ചന വരുന്നു. എന്തിനാ ഈ നാമം ജപിക്കുന്നത്? അറിയാതെ പോലും നാമം ജപിച്ചാൽ നമ്മുടെ പാപങ്ങളെ ദഹിപ്പിക്കാൻ ആ നാമത്തിന് ശക്തിയുണ്ട് എന്ന് ഭാഗവത ആദി ഗ്രന്ഥങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിരന്തരം നമ്മൾ നാമം ജപിക്കുക, കീർത്തനങ്ങൾ പാടുക. ഹരി ഹരി ഹരേ രീതി തിരുനാമം തെരുതെരെ ഉരുവിടു മനമേ നീ. ഹരി ഹരി ഹരേ രീതി തിരുനാമോ തെരുതെരെ ഉരുവിടു മനമേ നീ. ഹരി ഹരി ഹരേ രീതി തിരുനാമം. ഭഗവാന്റെ തിരുനാമത്തെ തെരുതെരെ അത് ജപിച്ചുകൊണ്ടേയിരിക്കൂ. എന്തിന്? അണയുക ഹരി ഹരി ഉരിയാടി ഭവജലനിധിയുടെ മറുകരയിൽ. ഹരി ഹരി ഹരേ രീതി തിരുനാമം. അണയുക ഹരിഹരി ഉരിയാടി. ഭഗവാനെ ഭജിച്ച് ഭജിച്ച് ഭവജലനിധിയുടെ മറുകരയിൽ അണയുക. ഈ സംസാര സമുദ്രത്തിൻ്റെ അക്കരെ കിടക്കണ്ടേ നിങ്ങൾക്ക്? ഭഗവാന്റെ നാമത്തെ ആശ്രയിച്ചോളൂ. അതുകൊണ്ടേ സാധിക്കൂ. എവിടെ ഇരുന്ന് ജപിച്ചാലും ഭഗവാൻ കേൾക്കും. നിറഞ്ഞിരിക്കല്ലേ, ഭഗവാൻ എവിടെ ഇല്ലാത്തത്? പവനനിൽ അവനിയിൽ അനളനിലോ വിധുര വികളിലധ ജലമതിലോ ഹരിയുണ്ടെവിടെയും അധിവാസോ ഹരിമയമതിനാൽ ഉലകഖിലോ. ഹരി ഹരി ഹരേ രീതി തിരുനാമം.
പവനിൽ, വായുവില്, അഗ്നിയില്, ജലത്തില്, ചന്ദ്രനില്, സൂര്യനില് എന്ന് വേണ്ട ഹരിയുണ്ടെവിടെയും. ഭഗവാൻ ഇല്ലാത്ത സ്ഥലമില്ല. അതുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മുക്തി നേടാം. അതായത് ഭഗവാന്റെ നാമം ജപിച്ചാൽ എല്ലാം ആയി എന്നല്ല, നമ്മുടെ ബുദ്ധി നേർവഴിക്ക് തിരിഞ്ഞു. പിന്നെ സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകും, ശാസ്ത്രം പഠിക്കാൻ സാധിക്കും, ഭാഗവതാദി ഗ്രന്ഥങ്ങൾ കേൾക്കാൻ സാധിക്കും, ക്രമത്തിൽ നമ്മളെ മുക്തന്മാരാക്കും. അല്ലാണ്ട് ഒരു നാമം ജപിച്ചാൽ അപ്പം മോക്ഷം കിട്ടിയെന്നല്ല, LKGയിൽ ചേർന്നിട്ടേ ഉള്ളൂ. പിന്നൊക്കെ ഭഗവാൻ നമ്മളെ പ്രൊമോട്ട് ചെയ്തോളും. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാന്റെ നാമത്തെ ആശ്രയിക്കുക. അതൊന്ന് മതി രക്ഷപ്പെടാൻ. അതിനാണ് ഈ സത്രങ്ങളൊക്കെ നടത്തുന്നത്. ഈ തവണ വിശേഷിച്ചും പറയാതെ വയ്യ, സഹസ്രനാമ അർച്ചന എന്തൊരു കഥയാ. എനിക്ക് മറ്റന്നാൾ നിൽക്കണം എന്നുണ്ട്, പക്ഷെ നിൽക്കാൻ നിവൃത്തിയില്ല. അത് കാണുന്നത് തന്നെ കൗതുകം. പിന്നെന്താ, നെറ്റിൽ കാണാലോ എന്നൊരു സമാധാനത്തോടു കൂടി തിരിച്ചു പോവാൻ നാളെ. സുഹൃത്തുക്കളാണ് നമ്മൾ. ഏതായാലും ഭഗവാന്റെ അനുഗ്രഹം നമുക്കൊക്കെ ഇല്ലെങ്കിൽ നമ്മളിവിടെ എത്തിപ്പെടില്ല, യാതൊരു സംശയമില്ല. കലികാലത്തിൽ ജനിക്കുക, മനുഷ്യനായിട്ട് ജനിക്കുക, ഇങ്ങനെയുള്ള സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക, ഇതിൽ പകരം ഒരു ഭാഗ്യം എന്താ വേണ്ടത് നമുക്ക്? അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.